ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് സ്നാനപ്പെട്ടു വന്ന സഹോദരിയുണ്ട്, പിന്നെ പുതിയതായിട്ട് വന്ന ആ സഹോദരിയും ലൈവായിട്ട് കാണുന്നവരും. പ്രവാചകൻ, നമ്മൾ ഈ കാലത്തിന്റെ പ്രവാചകൻ ആരാണ് എന്നത് നാം വ്യക്തമായി തിരിച്ചറിഞ്ഞിരിക്കണം. അത് പ്രവാചകൻ എന്ന് നമ്മൾ കണ്ടിട്ട് ഇരിക്കാനല്ല, ദസ് സൈതലോടാണ്, പ്രവാചകനോട് സംസാരിച്ചത് മുഴുവൻ കർത്താവാണ് എന്ന അറിവോടുകൂടിയാണ് ബൈബിൾ വായിക്കുന്നത്. അതുകൊണ്ട് മലാഖി പ്രവചന പുസ്തകം 4-ാമത്തെ അധ്യായം 5-6 വേദഭാഗം വായിച്ചിട്ട് പ്രാർത്ഥിച്ചു. മലാഖി പ്രവചന പുസ്തകം വരുന്നു, അവര് അകത്ത് വരണം, എന്നിട്ട് വായിക്കാം. അകത്ത് കയറണം, ബാഗിൽ കസേര എടുത്തിട്ടോളേ. കാരണം നമ്മുടെ ചർച്ചിന്റെ രീതിയാണ് ദൈവവചനം വായിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോൾ ആ വാദത്തിൽ തന്നെ നിന്നോളണം, ആരും അകത്തേക്ക് വരാൻ പാടില്ല. കർത്താവിനെ നമ്മൾ വചനം വായിക്കുന്നത്, അതുകൊണ്ട് ഒരു വരട്ടെ, വന്നതിന് ശേഷം കസേര എടുത്ത് ബാഗിൽ ഇട്ടിട്ടോളണം. ബാക്കിലോട്ട് ശരി, വായിക്കാം. മലാഖി പ്രവചന പുസ്തകം 4-ാമത്തെ അധ്യായം 5-6 വേദവാക്യങ്ങൾ. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവാം ദൈവമേ, നസ്രായനായ യേശു ക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള കർത്താവേ, നാം വേദഭാഗം വായിച്ചിരിക്കുന്നു, അതായത് ദൈവത്തെ തന്നെയാണ് വായിച്ചിരിക്കുന്നത്. വചനം ദൈവമാകുന്നു. ഈ തിരുവചനത്തിന്റെ വ്യാഖ്യാനം ഇന്നും ക്രിസ്തുവിൽ തന്നെയാകുന്നു. അത് ചിലർക്ക് അത് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നു. ആ വെളിപ്പാടിന്മേൽ കെട്ടപ്പെടുന്നതാകുന്നു ദൈവത്തിന്റെ സഭ. എന്നാൽ പുതിയതായി സഭയിൽ വരുന്നവർ, മുൻപുണ്ടായിരുന്നവരും കൃത്യമായും ഒരു സംശയവും ഇല്ലാത്ത തരത്തിൽ വ്യക്തമായും നാം ഈ വചനങ്ങൾ ദൈവത്തിന്റെ ഈ കാലത്തിന്റെ പ്രവൃത്തിയാണെന്നും അത് ആരിലൂടെയാണ് ദൈവം ഈ തിരുവചനം നിവൃത്തിയാക്കിയതെന്നും വ്യക്തമായും തിരിച്ചറിയുവാനും ഗ്രഹിക്കുവാനും ആ വെളിപ്പാടിന്മേൽ കെട്ടപ്പെടുവാനും പരിശുദ്ധാത്മാവെ നമ്മെ സഹായിക്കണമേ. നിങ്ങൾ സംസാരിക്കാൻ നിൽക്കുന്ന നാളിൽ ഞാൻ നിങ്ങൾക്ക് നാവിൽ നൽകാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവെ, വാഗ്ദത്തങ്ങൾ വിശ്വസനായ കർത്താവെ, അങ്ങ് തിരുവെഴുത്തിൽ നിന്ന് കർത്താവെ, അങ്ങാവുന്നു സ്വന്തം വ്യാഖ്യാതാവ്, നാമല്ല. അങ്ങ് അവിടെ നമ്മെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും അങ്ങയുടെ നാമം മഹത്വത്തിനായിരിക്കട്ടെ, യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇരിക്കാം എല്ലാം. ആദ്യമായിട്ട് പ്രവാചകനെ നമുക്ക് പലർക്കും അറിയാൻ, കേട്ടിട്ടുണ്ട്. പ്രവാചകൻ എന്ന് പറയുമ്പോൾ, പ്രവാചകൻ എന്ന വാക്ക് നമ്മൾ എപ്പോഴും പറഞ്ഞാൽ പൗലോസ് പറഞ്ഞൊരു കാര്യം ആദ്യമേ അറിയണം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും ഞാൻ അറിയുന്നില്ല. ഈ ലോകസഭകളും നമ്മളും സംഘടനാ സഭയിലായിരുന്നപ്പോൾ നമുക്ക് ആരെയെല്ലാം അറിയാമായിരുന്നു? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രമെന്നേ നമ്മൾ പറയുള്ളൂ. അല്ല, നമുക്ക് മറ്റു പലരെയും അറിയാമായിരുന്നു. ബൈബിളിൽ മറ്റു പലരെയും അറിയാവുന്നത് കൊണ്ടാണ് ഇന്ന് ആ സംഘടനാ സഭകളും അങ്ങനെ അറിയുന്നത് കൊണ്ടാണ് പത്രോസ് പറഞ്ഞ സ്നാനം ഞങ്ങൾക്ക് വേണ്ട, യേശു ക്രിസ്തു പറഞ്ഞത് മതി എന്ന് പറയുന്നത്. അതല്ല, അവർ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം അറിഞ്ഞിരുന്നുവെങ്കിൽ ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു തന്നെയാണ് പത്രോസിലൂടെ പറഞ്ഞത്, അത് ദസ് സൈതലോടാണെന്ന് അവർ തിരിച്ചറിയുമായിരുന്നു. അപ്പോൾ അവർ ദൈവത്തിന്റെ ആടുകളല്ല, അവർക്കത് രണ്ട് ശബ്ദമായി തോന്നുന്നു. യേശുവിന്റെ ഒരു ശബ്ദം, അപ്പോസ്തലന്റെ ഒരു ശബ്ദം, പഴയ നിയമത്തിൽ യഹോവ സംസാരിച്ച ഒരു ശബ്ദം. ഇങ്ങനെയാണ് വേദഭാഗം ഇന്നും വായിക്കുന്നതെങ്കിൽ ഒരിക്കലും ദൈവത്തിന്റെ ആടല്ല. ദൈവത്തിന്റെ ആടുകൾ എന്റെ ശബ്ദം തിരിച്ചറിയുമെന്ന, ഏത് വ്യക്തിയിലൂടെ എന്നല്ല, ഏത് വ്യക്തിയിലൂടെ സംസാരിച്ചാലും
അത് കർത്താവാണ് സംസാരിക്കുന്നതെന്ന് തിരിച്ചറിയുന്നത് അതത് കാലത്തിന്റെ ക്രിസ്തുവിന്റെ മണവാട്ടി മാത്രമായിരിക്കും. ആമേൻ. യേശു വന്നപ്പോൾ ആ കാലത്തിന്റെ മണവാട്ടിമാർ ആരായിരുന്നു? പള്ളിയിലുള്ളവരല്ല, തങ്ങളെ തന്നെ ദൈവഭക്തന്മാരെന്നും മക്കളെന്നും മണവാട്ടിയെന്നും പറഞ്ഞവരല്ല, ദൈവജനമെന്ന് പറഞ്ഞവരല്ല, വഴിവെക്കിൽ കിടന്ന പാപികളായിരുന്നു. ദൈവജനമെന്ന് പറഞ്ഞവർ ബേൽസബൂൽ എന്ന മറിയയുടെ പുത്രൻ, തച്ചന്റെ മകൻ, നിനക്ക് ഭ്രാന്തുണ്ട്, ഭൂതമുണ്ട്, നിനക്ക് 50 വയസ്സ് പോലും ആയില്ല എന്ന് പറഞ്ഞ് കൊല്ലുവാൻ ശ്രമിച്ച അവർ വിളിച്ചത് ബേൽസബൂൽ, ഭൂതങ്ങളുടെ തലവൻ. എന്നാൽ ആ ദൈവസഭ എന്ന് പറയുന്നവർ തള്ളിക്കളഞ്ഞ കല്ലറിയാൻ കൊണ്ടുവന്ന സ്ത്രീയും സെറോഫിനികൾ സ്ത്രീയും ബർത്തിമായും, അതായത് പാപികളെന്ന് മുദ്ര കുത്തിയിട്ടിരുന്നവർ, അവർ കണ്ട അതേ യേശുവിനെ അതേ ജനശരീരത്തിൽ കണ്ടപ്പോൾ ഇവർ ആത്മക്കണ്ണുള്ളവരായിരുന്നു, ഇവർ ആ കാലത്തിന്റെ ക്രിസ്തു മണവാട്ടിമാരായിരുന്നു. അവർ വിളിച്ചത് കർത്താവേ എന്ന് വിളിച്ചു. സൃഷ്ടികർത്താവായ ദൈവം, ആത്മാവായ ദൈവം തന്നെയാണ് മക്കൾ ജഡരക്തങ്ങളോടുകൂടി ആയതുകൊണ്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നതെന്ന് മനസ്സിലാക്കിയത് ഒരു ബൈബിൾ പരിജ്ഞാനവും ഇല്ലാത്തവരാ. ഇന്നും ബൈബിൾ പരിജ്ഞാനം ഉള്ളവരാണ് അപ്പോസ്തലപ്രവൃത്തി 2:38 സ്നാനം വായിച്ചിട്ട് അത് വേണ്ട എന്ന് പറയുന്നുവെങ്കിൽ അവർ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ അല്ല, അവർ പത്രോസിനെയും അറിയുന്നു. നമ്മൾ പത്രോസിനെ അറിയുന്നവരല്ല, പത്രോസിലിരുന്ന ക്രിസ്തുവിനെ അറിയുന്നവരാണ് നമ്മൾ. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേൽക്കാൻ കർത്താവ് വെളിപ്പെടുത്തുന്നപ്പോൾ തയ്യാറായത്. ഇത് സുവിശേഷം അറിയിക്കുമ്പോൾ പറയണം, നിങ്ങൾ യേശു പറഞ്ഞത് മതി എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾക്ക് യേശു വേറെ, പരിശുദ്ധാത്മാവ് വേറെ, പിതാവ് വേറെ, ഒരുവൻ എന്ന് ഗ്രഹിച്ചാൽ ഈ കാലത്തിന്റെ ക്രിസ്തുവിന്റെ മണവാട്ടി. അപ്പോൾ നാമും എപ്പോഴും നമ്മളും പറയാറുണ്ട്, പ്രവാചകൻ പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു. ഇനി പറയുമ്പോൾ പ്രവാചകനിലൂടെ കർത്താവ് സംസാരിച്ചു എന്ന് പറയണം. അത് ശീലിക്കണം. അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോട് നമ്മൾ പറയുമ്പോൾ ഏതോ മനുഷ്യനെ കേൾക്കുന്നു. ഇതല്ലേ ഈ സംഘടനാ സഭ മുഴുവനും മനുഷ്യനെ കേൾക്കണ്ട എന്ന് കരുതിയിട്ടാണ് യേശുവിനെ കേൾക്കുന്നത്. വാസ്തവത്തിൽ അവർ ആരെ കേൾക്കുന്നില്ല? യേശുവിനെ കേൾക്കുന്നില്ല. കാര്യം എന്താ? പത്രോസിനോട് സംസാരിച്ചത് ഇതേ കർത്താവായ യേശു ക്രിസ്തു തന്നെ എന്നതുപോലും അവരറിയാതെ ആത്മീക അന്ധരായിരിക്കുന്നു. ഈ കാലത്തെ ജനം എന്താ? അവർ ഞാൻ ധനവാൻ, സമ്പന്നൻ, ഞങ്ങൾക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറയുന്നുവെങ്കിലും കർത്താവ് അവരെ കാണുന്നത് അരിഷ്ടനും നഗ്നനും കുരുടനും എന്ന് അറിയാത്ത തരത്തിൽ ആത്മീകാന്ധരാണ്. ഇനി ആത്മക്കണ്ണിൽ എഴുതുവാൻ ലേപനം എന്നോട് വിലയ്ക്ക് വാങ്ങുവാനാ. ഓരോ വ്യക്തിയും തങ്ങളെ തന്നെ, തങ്ങളെ പാണ്ഡിത്യം മുഴുവൻ വിറ്റ് ക്രിസ്തുവിന് വിറ്റിട്ട്, ക്രിസ്തുവിന്റെ, പൗലോസ് പറഞ്ഞ പോലെ ഞാൻ ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്, ക്രിസ്തുവിന്റെ വെളിപ്പാടിൽ പ്രാപിക്കണം. എങ്കിൽ മാത്രമാണ് നാം ക്രിസ്തുവിന് നമ്മെ വിറ്റത്. അതാണ് എനിക്ക് ഈ സഭയോടും പറയാനുള്ളത്. നാം സംഘടനാ സഭയിൽ തന്നെയാണോ? നാം നമ്മെ ക്രിസ്തുവിന് വിറ്റു എങ്കിൽ ഈ കാലത്തിന്റെ ക്രിസ്തുവിന്റെ ശബ്ദമാണ് വില്യം മാരിയം ബ്രൻഹാമിലൂടെ നാം കേട്ടത്. അതാകുന്നു മെസ്സേജ്. അത് മറ്റൊന്ന് കാണുന്നുവെങ്കിൽ ഈ കാലത്തിന്റെ ക്രിസ്തുവിന്റെ മണവാട്ടി അല്ല. അതിന് ചില വാക്യങ്ങളാണ് ഇവിടെ എടുക്കുന്നത്. മലാക്കി പ്രവചന പുസ്തകത്തില് യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പ്, അതായത് യഹോവ 2 വരവ് പറയുന്നുണ്ട്. ഒന്ന് വലിയ വരവ്, മറ്റൊന്ന് ഭയങ്കര വരവ്. വലിയ വരവ് താൻ തന്റെ ശരീരം യാഗമായി ക്രൂശിൽ അർപ്പിച്ചതാകുന്നു. ജീവൻ അർപ്പിച്ച് തന്റെ മണവാട്ടിക്ക് വേണ്ടി സമർപ്പിച്ചത് ആ യഹോവയായ ദൈവം തന്നെയാണ്. യെശയ്യാപ്രവാചകൻ 40:3 വായിച്ചാൽ അറിയാം, യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നമ്മുടെ ദൈവത്തിന് പെരുവഴി ഒരുക്കുവേൻ എന്ന് പറഞ്ഞ പ്രകാരം യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ വാക്കാവിതെന്ന് യേശു തന്നെ യോഹന്നാനെ ചൂണ്ടി പറഞ്ഞിട്ടും ആ കാലത്തുള്ളവർ യേശുവിനെ ആരെന്ന് തിരിച്ചറിഞ്ഞില്ല. കാര്യം ഒരു ബുദ്ധിയിൽ ഗ്രഹിക്കാൻ ശ്രമിച്ചു. മത്തായി 13 വായിച്ചു നോക്കുക. അവൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവൻ ചോദിക്കുകയാണ്, വരുവാനുള്ളവൻ നീ തന്നെയാണോ അതോ ഞങ്ങൾ വേറെ കാത്തിരിക്കണമോ എന്ന്. ആ ചോദിക്കാൻ വന്നവരോട് യോഹന്നാൻ പറയാണ്, നിങ്ങൾ എന്ത് കാണുവാൻ പോയി? നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അവനോട് പോയി പറ. മുടന്തൻ മാൻപേട പോലെ ചാടുന്നു, ചെകിടൻ കേൾക്കുന്നു, അപ്പോൾ ബദിരൻ കാണുന്നു, ഊമൻ കേൾക്കുന്നു, ഊമൻ സംസാരിക്കുന്നു, ബദിരൻ കേൾക്കുന്നു, മരിച്ചവർ ജീവിക്കുന്നു, ഭൂതഗ്രസ്തർ വിടുവിക്കുന്നു. അപ്പൊ ഇതെല്ലാം നിങ്ങൾ അവിടെ പറയുന്ന കാര്യം യെശയ്യാപ്രവാചകൻ പറഞ്ഞിരുന്നു, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന് കാഴ്ചയും ദൈവത്തിന്റെ പ്രസാദവർഷം പ്രസംഗിക്കാൻ എന്റെ മേൽ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന വചനം കർത്താവ് വായിച്ചിട്ട് എന്ത് പറഞ്ഞു? ഇന്ന് ഈ തിരുവചനത്തിന് നിവർത്തി വന്നിരിക്കുന്നു. വേദഗ്രന്ഥം മടക്കി തിരിച്ചു കൊടുത്തു. ഇനി നിങ്ങൾ അത് നോക്കിക്കൊണ്ടിരിക്കേണ്ടവരല്ല. ആ പറഞ്ഞിരുന്ന വചനം അത് ഞാൻ തന്നെയാകുന്നു.
എന്റെ പിന്നാലെ വരുവിനെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ യഹോവയുടെ ഒന്നാമത്തെ വരവായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. ആവർത്തന പുസ്തകം 7:6 പറയുന്നു, ഇസ്രായേലെ കേൾക്ക, ഞാൻ നിന്നെ ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് എന്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. യഹോവ പറയാണ് ഇസ്രായേലിനെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്തു. ആ സ്വന്തമായവരുടെ ഇടയിലേക്ക് വന്നത് സ്വന്തമായവൻ, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. യോഹന്നാൻ 1:11. ആരാണ് സ്വന്തമായവൻ? ഈ യഹോവ തന്നെയാണ്. അപ്പോൾ ഒരു വലിയ വരവ്, തന്റെ ജീവൻ പ്രാണൻ വെടിഞ്ഞിട്ട് തന്റെ മണവാട്ടിയാകുന്ന ചിതറിക്കിടക്കുന്നവരെ തന്നിലേക്ക് അടുപ്പിക്കുന്നതിനു വേണ്ടി കർത്താവ് ഈ യഹോവ തന്നെ വന്നതാകുന്നു ഒന്നാമത്തെ വരവ്. ആ വരവിന് മുമ്പായിട്ട് ഒരു ഏലിയാവിന്റെ ആത്മാവുമായി ഒരുവൻ വന്നതാണ് യോഹന്നാൻ സ്നാപകൻ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാത് ഇത് എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഗ്രഹിച്ചില്ല. അന്ന് ആ കാലത്ത് അങ്ങനെയാണെങ്കിൽ ബൈബിൾ ജ്ഞാനികൾ, വേദ പണ്ഡിതന്മാർ ആർക്കും മനസ്സിലാകാൻ കഴിഞ്ഞില്ലെങ്കിൽ, സഭാപ്രസംഗി 1:9 പറയുന്നു, സൂര്യന് കീഴിൽ പുതിയതായി ഒന്നും സംഭവിക്കുന്നില്ല, മുൻപ് എന്ത് സംഭവിച്ചോ അത് തന്നെ പിന്നീടും സംഭവിക്കും. ഇന്നും നോക്കൂ, ബൈബിൾ ജ്ഞാനികൾ ലോകം മുഴുവനും കർത്താവിന്റെ ഭയങ്കരമായ നാൾ, അതായത് മഹോദരകാലം, ആ ലോകത്തെ മുഴുവനും അഗ്നിക്കിരയാക്കി നശിപ്പിക്കും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പേ, അതായത് കർത്താവ് വന്ന് തന്റെ മണവാട്ടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഘോര യുദ്ധമാണ്. ആ ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പ് വീണ്ടും ഏലിയാവിനെ അയക്കും. അപ്പോൾ അവൻ വന്ന് ചെയ്യുന്നതാണ് മക്കളുടെ, അവൻ യോഹന്നാൻ സ്നാപകൻ ചെയ്തത് പഴയ നിയമത്തിലെ പ്രവാചകന്മാരായ അപ്പന്മാരുടെ വിശ്വാസത്തിലേക്ക് യേശു വരുന്ന കാലത്തുള്ള ഇസ്രായേൽ മക്കളെ നിരപ്പിച്ചു. ഇന്ന് വില്യം മരിയം ബ്രൻഹാമിലൂടെ കർത്താവ് ഏലിയാവിൻ, അതായത് എനിക്ക് പറയാനുള്ളത്, വില്യം മരിയം ബ്രൻഹാമിലൂടെ ചെയ്ത ശുശ്രൂഷ എന്ത്? 3 ആത്മാവിന്റെ ശുശ്രൂഷ ചെയ്തു. ഒന്ന് ഏലിയാവിന്റെ ആത്മാവിന്റെ ശുശ്രൂഷ. അതാണ് ആദ്യം എടുക്കുന്നത്. വില്യം മരിയം ബ്രൻഹാമിൽ നടന്ന ഒരു ശുശ്രൂഷ. അതെന്താണ്? അപ്പന്മാരായ അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിൽ നിന്ന് നാം തെറ്റി നിൽക്കുന്നു. 7-ാം സഭാദൂതന്റെ ശുശ്രൂഷ ഇപ്പോഴല്ല തുടങ്ങുന്നത്, സ്റ്റാർട്ടിങ്ങിലല്ല. 7-ാം സഭ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് സംഘടനാ സഭയിൽ ഇരുന്ന കർത്താവിന്റെ ജനത്തെ സുവിശേഷം അറിയിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരിലൂടെ നടത്തിയ ആ വിശ്വാസസ്നാനം ചെയ്ത് പരിശുദ്ധാത്മ പ്രാപിച്ച് സഭയിലേക്ക് വരുമ്പോഴാണ് സെവൻത് ഏഞ്ചൽ, ആ സഭയിലാണ് ദൈവത്തിന്റെ മർമ്മം വെളിപ്പെടുത്തുന്നത്. അപ്പൊ സെവൻത് ഏഞ്ചലിന്റെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് ഒന്നാമത്തെ ശുശ്രൂഷ ഏലിയാവിന്റെ ആത്മാവിന്റെ ശുശ്രൂഷയാണ്. അത് പ്രത്യേകിച്ച് തിരിച്ചറിയണം. ഏലിയാവിന്റെ ആത്മാവ് സ്വഭാവം എങ്ങനെയാണ്? വലിച്ചു കീറുന്ന സ്വഭാവമാണ്. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് തന്നെ പറയും. മനുഷ്യനെ നോക്കി ദൈവവചനം വേണ്ട, അവർ ലജ്ജിച്ചാലോ അല്ലെങ്കിൽ എന്നെ മാനിച്ചില്ലെങ്കിലോ സഭയിൽ ആള് കുറഞ്ഞാലോ എന്നൊന്നും ചിന്തിക്കില്ല. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകന്റെ കർത്താവ് പറഞ്ഞ, പച്ചവെള്ളവും ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ട് കിടക്കേണ്ടി വന്നാലും കർത്താവ് എനിക്ക് തരുന്നത് ഞാൻ പറഞ്ഞിരിക്കും. അത് ഏലിയാവിന്റെ ആത്മാവിന്റെ സ്വഭാവമാണ്. യോഹന്നാൻ സ്നാപകൻ ഏലിയാവിന്റെ ആത്മാവുമായിരുന്നു. അപ്പോൾ ആ കാലത്ത് രാജാവ് മറ്റൊരുവന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരുന്നപ്പോൾ നീ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞു. രാജാവിനെതിരെ സംസാരിച്ചാൽ കൊന്നുകളയുമെന്ന് ഏലിയാവിന്റെ ആത്മാവിന് അറിയാം, ഉള്ള വ്യക്തിക്ക് അറിയാം. എങ്കിലും ആ കാലത്ത് ആ രാജാവ് ചെയ്തത് തെറ്റാണെന്ന് മുഖത്ത് നോക്കി പറഞ്ഞത് കൊണ്ടാണ് യോഹന്നാന്റെ കഴുത്ത് വെട്ടിയത്. പക്ഷെ അവർ വിചാരിച്ചു യോഹന്നാനെ കൊന്നൊന്നില്ല. യോഹന്നാൻ ആ സമയത്ത് ക്രിസ്തുവുമായി ചേർന്ന് ഒന്നായി പോയി. ആത്മാവിലാവും നിന്നത്, ക്രിസ്തുവുമായി ചേർന്ന്. ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യ ഫലമായി വരും. അപ്പോൾ പ്രവാചകനിലൂടെ കർത്താവ് സംസാരിച്ചിരിക്കുന്നത് ഏലിയാവിന്റെ ആത്മാവോട് കൂടിയാണെങ്കിൽ, ഞാൻ ഇന്നലെ ഇതൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് കർത്താവ് എന്നോട് പറഞ്ഞതാണ്, അങ്ങനെയെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്, ഏലിയാവിന്റെ ആത്മാവോടുകൂടി പ്രവാചകനിലൂടെ കർത്താവ് സംസാരിച്ച സന്ദേശം എടുക്കുന്ന പുരോഹിതനിലും അതേ ആത്മാവിന്റെ സ്വാധീനം ഉണ്ടാകും. ഇല്ലെങ്കിൽ തെറ്റായ ആത്മാവാണ്. കാര്യം സഭയെ ഈ കാലത്ത് പാപം വർദ്ധിച്ചിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഈ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും അവശേഷിക്കില്ല. അതുകൊണ്ട് തന്റെ ജനത്തോട് പറയുമ്പോൾ കർശനമായി തന്നെ പറയണം, പുരോഹിതനിലും അതേ ആത്മാവ് സ്വാധീനിക്കും. അതല്ല ജനം ആള് കുറഞ്ഞാലോ അവരെന്ത് വിചാരിക്കും, കാണി കിട്ടില്ലെങ്കിലോ ദശാംശം കിട്ടിയില്ലെങ്കിലോ ജനം കൂടുതൽ വന്നില്ലെങ്കിലോ എന്ന് വെച്ച് പറയുന്നുവെങ്കിൽ അവൻ ക്രിസ്തുവിനോട് ആ കാലത്തിന്റെ വെളിപ്പാടിന്മേൽ കെട്ടപ്പെടുന്ന സഭയായിരിക്കില്ല. നിങ്ങളും അങ്ങനെയാകാം ഇങ്ങനെയാകാം എന്ന് പറഞ്ഞിട്ട് പോകും. ശീതോഷമല്ല, കർത്താവ് ഉമിഴ്ന്നു കളയും. അങ്ങനെ ഇന്നലെ ഇത് തയ്യാറാക്കിയിട്ട് ഈ 2 കാര്യം നമ്മൾ ഇതുവരെ പഠിപ്പിച്ചതാ.
അപ്പോഴാണ് കർത്താവ് ഒരു കാര്യം കൂടെ സഭയെ പഠിപ്പിക്കാൻ പറഞ്ഞത്, ഈ കാലത്തിന്റെ മണവാട്ടിയിലും ഇതേ ആത്മാവ് വ്യാപരിക്കുമെന്നു. മണവാട്ടിയും വചനത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാകും. ക്രിസ്തു നിമിത്തം ഒരു കോംപ്രമൈസും ചെയ്യില്ല. അപ്പൊ നോക്കൂ, ഇതുവരെ നമ്മൾ പഠിച്ചത് പ്രവാചകനിൽ ഏലിയാവിൽ ഉണ്ടായിരുന്ന അതേ ആത്മാവ് വ്യാപരിച്ചു. നമുക്കറിയാം, പ്രവാചകനും വചനം പറയുന്നതിന് ഒരു കോംപ്രമൈസും ചെയ്തിരുന്നില്ല. ദൈവകൃപയാൽ എന്നിലൂടെ ഇതുവരെയും ഇവിടെ പലരും പോയിട്ടും ഐസക് ബ്രദർ വന്നു, എത്ര പേര് പോയാലും വേണ്ടില്ല പാസ്റ്റർ, പറയേണ്ടതുപോലെ പറയണം. ഐസക് ബ്രദറിന്റെ വേണ്ടപ്പെട്ടവരൊക്കെയാണ് പോയത്. എന്നാലും ആ വ്യക്തിയിലൂടെ കർത്താവ് സംസാരിച്ചതാ. ജനം കുറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് പറയാതിരിക്കരുത്. കാര്യം എന്താ? ഇനിയുള്ളവരെങ്കിലും ക്രിസ്തുവിലാകണം. ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി കർത്താവിന്റെ സന്നിധിയിൽ ഉണ്ടാകണം. അതുകൊണ്ട് വചനം കൃത്യമായി പറയണം എന്നത് എന്റെ ഇഷ്ടമല്ല, കർത്താവിന്റെ ആടുകൾക്ക് വേണ്ടി കർത്താവ് സംസാരിക്കുന്നതാ. ദസൈതലോടാ. അത് ക്രിസ്തുവിൻ്റെത് അല്ലാതുള്ളവർക്ക് വിഷമം തോന്നുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. പ്രവാചകൻ അത് പറഞ്ഞിട്ടുണ്ട്. ബൈബിൾ പറയും എന്റെ കുഞ്ഞുങ്ങളെ എന്നല്ലേ വിളിച്ചിരിക്കുന്നത്. അതായത് പരിശുദ്ധാത്മാ പ്രാപിച്ച അപ്പോസ്തലന്മാർ പറയണേ, നിങ്ങളെ ഞങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അപ്പൊ പരിശുദ്ധാത്മാവ് മുദ്രയേറ്റ പുരോഹിതൻ, അതേപോലെ പരിശുദ്ധാത്മാവെ മുദ്രയേറ്റ സഭകളോട് പറയാണ്, നിങ്ങളെ ഞങ്ങളോട് കൂടെ ക്രിസ്തുവിൽ, അതായത് പരിശുദ്ധാത്മാവിൽ ഉറപ്പിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ഇന്ന് ഇത് തിരിച്ചറിയാതെ, ഇതേപോലെ പരിശുദ്ധാത്മാവ് മുദ്രയേൽക്കാതെ, അല്ലെങ്കിൽ ശരിയായ അഭിഷേകം പോലും ഇല്ലാതെ ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന എല്ലാവരും പറയുന്നു, ഞങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളെ ക്രിസ്തുവിൽ ഒന്നായി ചേർത്തിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. വിശ്വാസ സ്നാനം പോലും ചെയ്തിട്ടില്ല. കർത്താവിന്റെ നാമത്തിന് എതിരാ, ക്രൂശിന്റെ വചന ശത്രുക്കളാ. ഈ പാപമോചന സ്നാനം ചെയ്തില്ല. പിതാപുത്രൻ പരിശുദ്ധാത്മാവാ. ഇത് അക്ഷരത്തിന്റെ ശുശ്രൂഷ. അക്ഷരം കൊല്ലുന്നു. ഈ അക്ഷരത്തിന്റെ ശുശ്രൂഷ വെളിപ്പാടാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ വെളിപ്പാടിന്മേലാണ് സഭ കെട്ടുന്നത്. അപ്പോൾ അവർ അറിയാതിരിക്കുന്നു. ഇപ്പോഴോ? അപ്പോൾ വിശ്വാസിയുടെ ഉള്ളിലും, വിശ്വാസിയുടെ ഞാൻ പറയുന്നില്ല, മണവാട്ടിയുടെ ഉള്ളിലും ഇതേ ആത്മാവ് സ്വാധീനിച്ചിട്ട് ഒരു പ്രയാസമോ പ്രതികൂലമോ വരുമ്പോൾ, നോക്കൂ, നമ്മളോട് പഠിപ്പിച്ചതാ, കെരീത് തോട്ടിൽ വെള്ളം പറ്റിയപ്പോഴുന്ന ആഹാരം കൊണ്ട് ഒരു ആരും പോയി ഏലിയാവ് കരയാത്തെന്താ? നമ്മളൊക്കെ ആണെങ്കിലാ, ഒരു ചെറിയ മഴ വന്നാൽ അയ്യോ കർത്താവേ പോയി. മഴയെ നിയന്ത്രിക്കേണ്ട അധികാരം നമ്മുടെ ഇവിടെ തന്നിരിക്കുകയാണ്. എഫേസ്യർ 1-ാം മുതൽ വായിച്ചു നോക്കുക. സകലവും തന്റെ തലയാകുന്നവൻ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. മത്തായി 28:19 പറഞ്ഞ, സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ അന്ന് നൽകി, ഇന്ന് ആ തലയിൽ ലഭിച്ച അധികാരം ശരീരമാകുന്ന സഭയാകുന്ന എനിക്ക് കിട്ടിയിരിക്കുകയാണ്. എന്ത് പ്രതികൂലം വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള ആത്മാവാ കർത്താവ് തന്നിരിക്കുന്നത്. അപ്പൊ വിശ്വാസിയുടെ മേലും ഈ കാലത്തിന്റെ വചനം നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നവരാകരുത്. എങ്കിൽ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിരുന്നു കർത്താവിനെ കാണില്ല. വെറുതെ പാടുന്നവരായി പോകും. കർത്താവിനെ കാണാൻ കഴിയില്ല. അപ്പോൾ ഏലിയാവിന്റെ ആത്മാവിന്റെ ശുശ്രൂഷ നടന്ന സമയം എന്തുകൊണ്ട്? പാപം അത്രത്തോളം അതിക്രമിച്ചിരിക്കുന്നു. അതിനിടയിൽ വല്ല പ്രകാരവും ക്രിസ്തുവിന്റെ പക്ഷത്ത് മാറി നിൽക്കണമെങ്കിൽ ഈ ഏലിയാവിന്റെ ആത്മാവിന്റെ സ്വാധീനം പുരോഹിതനിലും പ്രവാചകനിലും പുരോഹിതനിലും ആ അതേ ആത്മാവ് സഭയിലും വ്യാപരിക്കണം. എങ്കിലേ നമുക്ക് ഈ കാലത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എടുക്കുന്നത് ഏലിയാവിന്റെ ആത്മാവ്. അവ വന്നിട്ട് എന്ത് ചെയ്തു? ഈ കാലത്ത് അപ്പന്മാരായ അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിൽ നിന്ന് തെറ്റി നിന്നവരെ യഥാസ്ഥാനത്താക്കുന്ന ശുശ്രൂഷയാണ് ആദ്യമായി ചെയ്തത്. ഇതിനോടൊപ്പം പറയുന്ന വേറെ വചനങ്ങളുണ്ട്. പക്ഷെ ശുശ്രൂഷ നമ്മൾ തന്നെ ഒരു സഭ തുടങ്ങണം, ദൈവസഭ തുടങ്ങണമെങ്കിൽ നമ്മൾ പോയി സുവിശേഷം അറിയിക്കണ്ടേ? സുവിശേഷം അറിയിച്ച് അപ്പന്മാരായ വിശ്വാസത്തിലേക്ക് ജനത്തെ കൊണ്ടുവന്ന് വരുമ്പോഴാണ് സഭ തുടങ്ങുന്നത്. അവിടെയാണ് 7th ഏഞ്ചലിന്റെ ശുശ്രൂഷ തുടങ്ങുന്നത്. 7 ലവോദിക്ക സഭാ കാലത്ത് ഇതാണ്. ആ കാലത്തുള്ള ദൈവസഭ സ്റ്റാർട്ട് ചെയ്യുന്നത് സംഘടനാ സഭയിൽ പോയി സുവിശേഷം അറിയിച്ച് ദൈവത്തിന്റെ സഭയെ വിശ്വാസ സ്നാനം സ്വീകരിച്ച് സഭയിലേക്ക് കൊണ്ടുവരുമ്പോൾ. അപ്പൊ ആദ്യം പ്രവാചകരുടെ കർത്താവ് ചെയ്ത് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പന്മാരായ അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിലേക്ക് മടങ്ങി വരാനായിട്ട് കർത്താവ് പഠിപ്പിച്ചതാണ്. നോക്കുക, ഇനി ഇതിന്റെ ഒരു ഇണവചനമാണ് യേശു പറഞ്ഞ വചനം. മത്തായി 17:11 യേശു തന്നെ പറഞ്ഞിരിക്കുന്നു. അതിന് അവൻ, അതായത് യോഹന്നാൻ സ്നാപകനെ കുറിച്ചവിടെ പറഞ്ഞു വരുന്നു. അവൻ നിങ്ങൾക്ക് ബോധിച്ചതല്ല അവനോട് ചെയ്തു, അവൻ പോയി എന്നൊക്കെ പറയുന്നു. യോഹന്നാൻ സ്നാപകനെ കൊന്നതിന് ശേഷം പറയുകയാണ്, അതിന് അവൻ വന്ന്, അതായത് ഏലിയാവ് ആണ്.
വന്ന് സകലവും യഥാസ്ഥാനത്താക്കും. ഈ അവൻ എന്ന് പറഞ്ഞാൽ യോഹന്നാൻ സ്നാപകനല്ല. യോഹന്നാൻ സ്നാപകന് ശുശ്രൂഷയില്ല. യോഹന്നാൻ സ്നാപകനിലൂടെ കർത്താവിന്റെ ശുശ്രൂഷയാണ്. നമ്മളിലൂടെ സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ നമ്മളല്ല ശുശ്രൂഷിക്കുന്നത്, നമ്മളിലൂടെ കർത്താവ് ശുശ്രൂഷിക്കുകയാണ്. നമ്മൾ ബൈബിൾ വായിച്ചു, പണ്ട് വായിച്ചു, നമുക്ക് ഗ്രഹിച്ചില്ല. എപ്പോഴാണോ നമ്മൾ ആത്മാവിലായത്, ക്രിസ്തുവിലായത്, അപ്പോൾ വായിച്ചപ്പോൾ കർത്താവ് നമുക്ക് വചനം വെളിപ്പെടുത്തി തന്നു. ആമേൻ. അങ്ങനെയല്ലേ? ഇപ്പോഴും വചനം വായിക്കാൻ പുതിയ പുതിയ കാര്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നു. ഇതേ ബൈബിൾ തന്നെ നമ്മൾ പണ്ട് വായിച്ചോണ്ടിരുന്നല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവിലായിക്കൊണ്ട് വായിച്ചപ്പോൾ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോഴാണ് ഹല്ലേലൂയ, കർത്താവേ സ്തോത്രം. അവിടെയാണ് ദൈവകൃപ. ബുദ്ധിയിൽ ആശ്രയിക്കരുത്. അപ്പൊ അവൻ വന്ന് സകലവും യഥാസ്ഥാനത്താക്കും, സത്യം. ഇനി അപ്പൊ ഏലിയാവിന്റെ ആത്മാവുമായി ഒരുവൻ വന്ന് അപ്പന്മാരുടെ വിശ്വാസത്തിൽ നിന്ന് തെറ്റിയവരെ യഥാസ്ഥാനത്താക്കുമെന്ന് മത്തായി 17:11 യേശു പറഞ്ഞത് പ്രവചനമാണ്. യഥാസ്ഥാനത്താക്കും, ഫ്യൂച്ചർ ടെൻസ് ആണ്. അന്ന് യോഹന്നാൻ സ്നാപകൻ നിങ്ങൾക്ക് ബോധിച്ചതെല്ലാം അവനോട് ചെയ്തു എന്ന് പറഞ്ഞു. ആ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് അല്ല ഇവിടെ പറയുന്നത്. 11 പറയുന്നത് ഇനി വരാൻ പോകുന്ന ഏലിയാവ. പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ഇന്നു മുതൽ നിങ്ങൾ പരിശോധിക്കുക. വചനത്തോട് കോംപ്രമൈസ് ചെയ്യുന്നതാണ് എന്റെ രീതി എങ്കിൽ ഈ കാലത്തിന്റെ വെളിപ്പാട് അല്ലെങ്കിൽ ഈ കാലത്തിന്റെ ആത്മാവ് നമ്മളിൽ വന്നിട്ടില്ല. ഈ 3 ആത്മാവിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞത് 3 ദൈവാത്മാവ് 3 വന്നില്ല. നമുക്ക് 7 കണ്ണുള്ളവനായെന്നും 7 ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു ആത്മാവിന്റെ 7 തരം സ്വഭാവമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ഒരു ആത്മാവിന്റെ 3 ഇടപെടലുകൾ, ശുശ്രൂഷ, 3 ഓഫീസുകളാണ്. ഇത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ഒരു ആത്മാവിന്റെ 3 ഇടപെടലുകൾ. അതുപോലെ തന്നെ പ്രവാചകനിലൂടെ ആ വന്ന പരിശുദ്ധാത്മാവ് തന്നെയാണ്. ആ പരിശുദ്ധാത്മാവ് ഏലിയാവിന്റെ ഒരു ശുശ്രൂഷ ചെയ്തെടുക്കുകയാണ്, ഒരു ഭാഗമാണ്. ഇപ്പോൾ ഒരു പുരുഷൻ പുത്രത്വത്തിന്റെ ഗുണഗണങ്ങളുമുണ്ട്, ഭർത്താവിന്റെ ഗുണഗണങ്ങളുമുണ്ട്, പിതാവിന്റെ ഗുണഗണങ്ങളുമുണ്ട്. ഭാര്യയുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഭർത്താവാണ്, മാതാപിതാക്കളുടെ അടുക്കൽ ചെല്ലുമ്പോൾ പുത്രനാണ്, കുഞ്ഞുങ്ങളുടെ അടുക്കൽ ചെല്ലുമ്പോൾ പിതാവാണ്. ഇതുപോലെ ഇത് സഹോദരിമാരിലും അങ്ങനെ. അതുപോലെ തന്നെ ദൈവത്തിൽ ശുശ്രൂഷകൾ പലവിധമുണ്ട്. അത് ആരിലൂടെ കർത്താവ് ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു, അവരിലൂടെ ആ ശുശ്രൂഷ ചെയ്യും. അത് പ്രവാചകനെ കുറിച്ചാണ്. നമ്മുടെ കാര്യം നമ്മൾ എല്ലാവരും ചെയ്യണമെന്നാണ്. 1 പത്രോസ് 2:9 അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗം, തിരഞ്ഞെടുത്തവരാണെങ്കിൽ വിശുദ്ധ വംശം, സ്വന്ത ജനമാണെങ്കിൽ എന്റെ പപ്പ ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്തു കൊടുത്താലേ ഞാൻ സ്വന്തം ജനമാവുള്ളൂ. അതുപോലെ എന്റെ അപ്പന എന്റെ ഭർത്താവാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ ഹൃദയം തുടിക്കുന്നത് എത്രയും പെട്ടെന്ന് വന്ന് തന്റെ മണവാട്ടിയെ ശേഖരിച്ചു കൊണ്ടുപോകണമെന്ന അതിനുള്ള ശുശ്രൂഷ കർത്താവ് തന്റെ ജനത്തിന്റെ മേലെ ഏൽപ്പിച്ചിരിക്കുന്നത്, മണവാട്ടിയുടെ മേൽ. അവരത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മണവാട്ടിയുടെ കോളിംഗ് ഉള്ളവരാണ്. നോക്കൂ, യേശു പറഞ്ഞ മറ്റൊരു അടയാളം ലൂക്കോസ് 17:26. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. ഞാൻ ഓരോന്ന് കളർ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞത്. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ഞാൻ ഇതൊന്ന് ഷെയർ ചെയ്തോട്ടെ, ലൈവായിട്ട് കാണുന്നവർക്ക് ഈ വചനം കൂടെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ അവര് ലൈവായിട്ട് എന്നെ മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ വചനവും കൂടെ കിട്ടണം. ആദ്യം പറഞ്ഞത് ലൈവായിട്ട് കാണുന്നവർക്കാണ്. മലാഖി 4:5-6 നമ്മൾ വായിച്ചു. അത് കഴിഞ്ഞ് മത്തായി 17:11 വായിച്ചു. ഇപ്പോ ലൂക്കോസ് സുവിശേഷം 17:26. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. അപ്പോൾ നോഹ, ശ്രദ്ധിക്കണം, ഇന്നുകൊണ്ട് തീരില്ല, നിങ്ങളടുത്ത് തുറന്നെടുക്കാം. നമ്മൾ മനസ്സിലാക്കുന്നത് ക്ലിയർ ആയിട്ട് പോവാം. ഇത് പലതവണ ഇവിടെ പഠിപ്പിച്ചതാ. പുതിയതായി കർത്താവ് ഇന്നലെ ഇത് തയ്യാറാക്കുന്ന സമയത്ത് ചില കാര്യങ്ങളൂടെ പഠിപ്പിച്ചു. അതാണ് ഇവിടെ പറയുന്നത്. ചില കാര്യങ്ങൾ ചിലത് മുമ്പ് പഠിപ്പിച്ചതുണ്ട്. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. വരാൻ പോകുന്ന കാര്യം ഇത് ലൂക്കോസ് 17 ആണെങ്കിലും മത്തായി 24-ലും ലൂക്കോസ് 21-ലും ഇങ്ങനെ പല സ്ഥലങ്ങളിലും അന്ത്യനാളിന്റെ ലക്ഷണം ചോദിക്കുന്നുണ്ട്. കർത്താവ് എപ്പോൾ വരും, യെരുശലേം ദേവാലയത്തിന്റെ അടയാളം എന്ത് എന്ന് പല കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അടയാളമായി പറയുന്നത് പോലെ കർത്താവ് പറയുന്ന കാര്യമാണ്
നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിൽ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ സംഘടനാ സഭയിൽ ഇരുന്നപ്പോൾ നമ്മെ പഠിപ്പിച്ചത് യേശു ക്രിസ്തു എന്നാണ് ഈ മനുഷ്യപുത്രൻ. അങ്ങനെയല്ല. മനുഷ്യപുത്രൻ എന്ന് വെച്ചാൽ പ്രവാചകൻ. യഹസ്കേലിനെ മനുഷ്യപുത്ര എന്നാണ് വിളിച്ചിരിക്കുന്നത്, അത് പ്രവാചകനാണ്. അതുപോലെ അപ്പോൾ അന്ത്യനാളിൽ കർത്താവിന്റെ വരവിന് മുമ്പ് ലോകം എങ്ങനെ ആയിരിക്കുമെന്ന് യേശു ഉപമയായും സാദൃശ്യമായും ഗൂഢമായും മർമ്മമായും പറഞ്ഞിരിക്കുകയാണ്. ഇതിന്ന് വരെ ഒരു സംഘടനാ സഭകൾക്കും വെളിപ്പെട്ടിട്ടില്ല. വെളിപ്പെട്ടെങ്കിൽ അവർ ഈ കാലത്തിന്റെ പ്രവാചകൻ ആരാണെന്ന് അന്വേഷിക്കുമായിരുന്നു. ദൈവകൃപയാൽ നമുക്ക് വെളിപ്പെട്ടതാ, നമ്മളും അന്വേഷിച്ചതല്ല, കർത്താവ് വെളിപ്പെടുത്തി തന്നു. അപ്പോൾ അന്ത്യനാളിൽ ഒരു മനുഷ്യപുത്രന്റെ നാൾ ഉണ്ടെന്ന് അവിടെ പറയുന്നത്. മനുഷ്യപുത്രൻ എന്ന് വെച്ചാൽ പ്രവാചകൻ. പ്രവാചകൻ എന്ന് വെച്ചാൽ ദൈവം സംസാരിക്കുന്ന മനുഷ്യൻ. ദസ് സേ ദ ലോർഡ്. ദൈവത്തിന്റെ വായ് അല്ലെങ്കിൽ മൗത്ത് പീസ്. അത് കിടന്നട്ടെ. ദൈവം പ്രവാചകൻ പലപ്പോഴും കുറിപ്പുകളൊക്കെ തയ്യാറായിക്കൊണ്ട് പോകാറുണ്ട്. പക്ഷെ അതെല്ലാം അവിടെ ഇരിക്കും. ആ കാലത്തെ ജനത്തിന് വേണ്ടി എന്ത് സംസാരിക്കണമോ കർത്താവ് പ്രവാചകനോട് സംസാരിക്കും. ബുദ്ധിയോടെ ഉപയോഗിക്കാറില്ല. നമ്മളൊക്കെ ആണെങ്കിലോ ഇടയ്ക്ക് കുറിപ്പ് നോക്കി പറ്റുമെങ്കിൽ ഒന്ന് അതിൽ കൂടെ എന്തെങ്കിലും പറയാൻ നോക്കും. ഒന്നിനും പോകരുത്. അതാ പ്രവാചകൻ മാതൃകയാണ്. പരിശുദ്ധാത്മാവ് സംസാരിച്ചു, അതിന് വിട്ടുകൊടുത്തു. അതുപോലെ നോഹയുടെ കാലം എന്ന് പറഞ്ഞാൽ ഈ അന്ത്യനാൾ നോഹ പ്രവാചകനാണ്. ഒരു വ്യക്തിയെ കൊണ്ടാണ് ന്യായവിധിക്ക് മുൻപായി ദൈവം ലോകത്തിൽ ദൈവത്തിന്റെ വെളിപ്പാട് സംസാരിച്ചത്. വെളിപ്പാടെന്ന് പറയാൻ പറ്റില്ല, എല്ലാ കാര്യവും മറച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. മഴ വരാൻ പോകുന്നു, മഴ പെയ്ത് ജലപ്രളയത്താൽ മുങ്ങി നശിച്ചു പോകാതിരിക്കാൻ നിങ്ങൾ പെട്ടകത്തിൽ വന്ന് കയറാൻ. ബാക്കി ഒരു കാര്യവും പറഞ്ഞില്ല. ഇനി അവർ ബുദ്ധിപരമായി അന്വേഷിച്ചാൽ ആ പെട്ടകം ഗോഫേർ മരം കൊണ്ടാണ്. ഗോഫേർ മരത്തിന്റെ പ്രത്യേകത വെള്ളത്തെ ആഗിരണം ചെയ്ത് താഴ്ന്നു പോകുന്ന തടി. ബുദ്ധി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനും വന്ന് കയറില്ല. പക്ഷെ ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവം അഫലമാക്കി. ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ഭോഷമായതിനെ തെരഞ്ഞെടുത്തു. അതാണ് നമ്മൾ ഈ കാലത്തിന്റെ ഭോഷന്മാരാ. കർത്താവ് യേശു ക്രിസ്തു നാമം നിമിത്തം നമ്മൾ ഭോഷന്മാരാ. പ്രവാചകൻ ഒരു മെസ്സേജ് എടുക്കുന്നത്, ഓട് പോൺ, ഞാൻ ക്രിസ്തു നിമിത്തം വിഡ്ഢി, നിങ്ങളോ ആർ നിമിത്തം വിഡ്ഢി. കർത്താവിന്റെ നാമം നിമിത്തം വിഡ്ഢിയായവരാ നമ്മൾ. അവർക്ക് എന്നിട്ട് നമ്മൾ പ്രസംഗിക്കുന്ന ഭോഷത്വം എന്ന അതേ ഭോഷത്വത്തിന്റെ പ്രസംഗത്താലും കർത്താവ് ചിലരെ വീണ്ടെടുക്കുന്നുണ്ട്. അപ്പൊ നോഹയുടെ കാലം പോലെ ഈ കാലത്തിന്റെ അന്ത്യമാകുമ്പോൾ ഒരു പ്രവാചകനെ കർത്താവ് ഉപയോഗിക്കും എന്ന് യേശു തന്നെ മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ്. ഇനി ആ ഒരുവൻ നോഹയുടെ കാലത്ത് ഇപ്പൊ പോകുന്നില്ല, അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോ അത് ഒരു കാര്യം പറഞ്ഞുതരാം. ആ കാലത്തിന്റെ ബുദ്ധിപരമായ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇടപെടലുകൾക്ക് നേരെ വിരുദ്ധമായിരുന്നു നോഹ പറഞ്ഞത് ഏറിയ ഭാഗവും. ഈ കാലത്തെ സംഘടനാ സഭകൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ് സ്നാനപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന് നേരെ വിരുദ്ധമാണ് നമ്മൾ കർത്താവ് യേശു ക്രിസ്തുനാമത്തിൽ സ്നാനപ്പെട്ടെന്ന് പറയുന്നത്. അവർ ആ ജനത്തിന്റെ വലിപ്പം നോക്കിയിട്ട് ഞങ്ങളെ എല്ലാം കൊല്ലുമോ? കൊള്ളാമല്ലോ. നോഹയുടെ കാലത്ത് ചോദിച്ച പോലെ ഇത്രയും ജനം ആ ഒരു ചെറിയ പെട്ടകത്തിൽ വന്ന് കയറി എനിക്ക് കൊല്ലുമെന്നാണ് നീ പറയുന്നത്? നീ പറയുന്നു മഴ വരാൻ പോകുന്നു. ദൈവത്തിന്റെ രീതികൾ തെറ്റാ. ആകാശത്തുനിന്ന് ഒരു തുള്ളി വെള്ളം പോലും മഴയായി ഭൂമിയിലേക്ക് വരാതിരിക്കുന്ന സമയത്ത് നോഹ പോയി പറയുന്നു മഴ മുകളിൽ നിന്ന് താഴേക്ക് വരാൻ പോകുന്നു. അടി അപ്പോഴേ ഉറപ്പാണ്. രണ്ടാമതോ പെട്ടകം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. തടിയോ ഗോഫേർ മരം. വെള്ളം കയറിയാൽ താഴ്ന്നു പോകുന്ന തടി, അതിനും അടി കിട്ടും. പക്ഷെ കർത്താവ് അവിടെ ഹൈഡായിട്ട് വെച്ചിരുന്നതാ മറ്റൊരു മരത്തെ ഇടിച്ച് പിഴിഞ്ഞ് അതിന്റെ ചാറ് കൊണ്ട് അതിനെ സംരക്ഷിച്ചിരുന്നു. ആ മരമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പച്ച മരമായ യേശു ക്രിസ്തുവിനെ ഇഞ്ചിഞ്ചായി ഇടിച്ചു പിഴിഞ്ഞാണ് ഇന്ന് എന്നെ ഈ ലോകത്തിന്റെ കാലഗതിക്ക് അനുസരിച്ച് വീണു പോകാതിരിക്കാൻ കർത്താവ് എന്നെ സംരക്ഷിച്ചതാണ് ക്രിസ്തുവിന്റെ രക്തം, ജീവനുള്ള രക്തം. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം എന്ന് എല്ലാവരും പറയാറുണ്ട്. അവർക്കറിയില്ല എന്താ സംസാരിക്കുന്നത്. അത് ഞാൻ വേറെ ദിവസം എടുക്കാം, ഓർമ്മപ്പെടുത്തിയാൽ മതി. ആ പ്രവാചകൻ ഒരു മെസ്സേജ് ഉണ്ട്, പ്രവാചകൻ അത് വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. എന്താണ് സംസാരിക്കുന്നത്? നമ്മൾ വെറുതെ പറഞ്ഞു പോവുകയാണ്. അതാണ് ഈ കാലത്തിന്റെ ക്രിസ്തുവിന്റെ മണവാട്ടിക്കുള്ള മന്ന മുഴുവനും സംസാരിച്ചു കഴിഞ്ഞു. ഗുണകരമായി സംസാരിക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. പഴയ നിയമകാലത്ത് കട്ടളമേലും കുറുവടി മേലും രക്തം പുരട്ടിയിട്ട് പോയി. ആ രക്തം സംസാരിച്ചു. ആരോട്? സംഹാര ദൂതനോട് സംസാരിച്ചു. തൊട്ടുപോകരുത്, എന്റെ ജനമാ. അതവിടെ വിട്ടുപോയി. ഇന്ന് കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട നമുക്ക് വേണ്ടിയിട്ട് തൊട്ടുപോകരുതെന്ന
നോക്കൂ, മഹോദരകാലത്ത് പറയുന്നു എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്, അത് നീതിമാന്മാരാ. അപ്പോഴെങ്കിൽ ആദ്യ ഗണത്തിൽ പോകുന്ന വിശുദ്ധന്മാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കൽ അത്രേ നാം വന്നിരിക്കുന്നത്. അപ്പോൾ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് ഒരു പ്രവാചകനെ ദൈവം ഉപയോഗിക്കും. അവൻ സംസാരിക്കുമ്പോൾ ലോകം അവൻ പറയുന്നതിന് വിരുദ്ധമായിരിക്കും ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ. നോഹ പോയി പറഞ്ഞപ്പോൾ ആ കാലത്തിന്റെ രീതി ഭൂമിക്കടിയിൽ നിന്നും മഞ്ഞ് പൊങ്ങിയാണ് കൃഷി ചെയ്തിരുന്നത്. ജലസേചന മാർഗം മുഴുവനും മുകളിൽ നിന്ന് താഴേക്കല്ല. അപ്പോൾ ഇന്ന് കാണുന്ന എല്ലാ സഭകളും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുകയും യേശുവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പത്രോസിനെ തള്ളിക്കളയുമ്പോൾ അവർ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ല അറിയുന്നത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അറിഞ്ഞതെങ്കിൽ പത്രോസിനോട് സംസാരിച്ചത് ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുമായിരുന്നു. അവർ മറ്റു പലരെയും അറിയുന്നത് കൊണ്ട് തന്നെ വേറെ വഴിയായി വരുന്നവൻ കള്ളനും കവർച്ചക്കാരനും. നമുക്കൊരൊറ്റ വഴിയുള്ള കർത്താവായ യേശു ക്രിസ്തു. അവർ വാതിൽ അടയ്ക്കുന്ന ശുശ്രൂഷ ചെയ്യുന്നു, നമ്മളോ വാതിൽ തുറക്കുന്ന ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോൾ ഈ കാലത്തും ഒരു മനുഷ്യപുത്രനെ കർത്താവ് ഉപയോഗിച്ചാൽ അവൻ പറയുമ്പോൾ ആരും വിശ്വസിക്കില്ല. ദൈവകൃപയാല നമുക്കിത് വിശ്വസിക്കാൻ കഴിഞ്ഞത്. നമ്മുടെ ഒന്നുമല്ല, ഒരു പാണ്ഡിത്യമല്ല. നമ്മൾ ഇതേ ബൈബിളല്ല വായിച്ചുകൊണ്ടിരുന്നത്. നോക്കൂ, അടുത്ത് ശ്രദ്ധിക്കണം. ഈ പച്ചമരം ഈ 17:27 നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്താ ശ്രദ്ധിക്കുക. അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. അപ്പോൾ നോഹ ഒരു കാര്യം പോയി അറിയിച്ചിട്ട് ആ അറിയിച്ച പ്രകാരം ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. അവരൊന്നും ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നെ ലൈവ് കാണാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുത്, ആത്മാവിൽ ആയിരിക്കുക. നോഹ പെട്ടകത്തിൽ കടക്കുന്ന നാൾ വരെ എന്ന് പറഞ്ഞാൽ നോഹ രണ്ടാമത്തെ ഗണത്തിൽ പോകുന്നവനാ. ആ കാലത്തിന്റെ ഒന്നാമത്തെ ഗണത്തിൽ പോയവനാണ് ഹാനോക്ക്, വിശുദ്ധൻ. അവൻ മരണം കൂടാതെ എടുക്കപ്പെട്ടു. രണ്ടാമത്തെ ഗണത്തിൽ പോകുന്നവനാ. അവൻ പോലും അവൻ പ്രസംഗിച്ച പ്രകാരം ഇൻ ജീസസ് ക്രൈസ്റ്റ്, പെട്ടകം ഇന്ന് കർത്താവായ യേശു ക്രിസ്തു. ആ നീതിമാൻ പോലും ക്രിസ്തുവിൽ സംരക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതുവരെ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് അവരെ എല്ലാം മുടിച്ചു കളഞ്ഞു. ജലം എന്താ? വചനം, ദൈവത്തിന്റെ വചനം. നോക്കൂ, ഒന്നാമത്തെ ഗണത്തിൽ വിശുദ്ധന്മാർ എടുക്കപ്പെട്ട ശേഷം നീതിമാന്മാരെ കർത്താവ് സംരക്ഷിച്ച് ആ സംരക്ഷണം കഴിഞ്ഞാൽ ഉടൻ തന്നെ ജലപ്രളയം വന്ന് സകലരെയും മുടിച്ചു കളഞ്ഞതുപോലെ കർത്താവിന്റെ അഗ്നിയായിരിക്കും പിന്നെ ഇവിടെ. അപ്പൊ നീതിമാൻ നോക്ക്, നോഹ പെട്ടകത്തിൽ കടക്കുന്ന നാൾ വരെ എത്ര വലിയ കൃപയാ ദൈവം കാണിച്ചത്. നീതിമാൻ അതിനകത്ത് പ്രവേശിച്ചു എന്ന് അവർക്കും ഒരു സംഖ്യയുണ്ട്. ആ സംഖ്യ തികഞ്ഞപ്പോൾ കർത്താവ് തീമഴ അയച്ചു. ഇതിന്റെ രണ്ടാമത്തെ, അതായത് അവിടെ ജലപ്രളയം വരുത്തി. ജലം, വചനം. അങ്ങനെയെങ്കിൽ എന്താണ് നോഹ സംസാരിച്ച വചനം? അത് ജലം തന്നെ നമുക്ക് പറയാം. മോശയിലൂടെ നായീച്ചകൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ മോശ പറയുന്നതിന് മുമ്പേ ദൈവം സംസാരിച്ചപ്പോൾ മോശ കണ്ടു നായീച്ചകൾ ഉണ്ടാകുന്നത്. പ്രവാചകന്മാർ അങ്ങനെയാ, സീനായി കാണും. അവനിലൂടെ thus saith the Lord, ആ ശബ്ദം നായീച്ചകളെ വിളിച്ചു വരുത്തിയെങ്കിൽ നോഹ പറഞ്ഞു മഴ ഉണ്ടാകുമെന്ന് പറഞ്ഞ ദൈവം പറഞ്ഞ വചനം അങ്ങനെ തന്നെ എടുത്ത് വിശ്വസിച്ച് നോഹയുടെ ഹൃദയത്തിൽ കൺവേർട്ടായി നടന്നതാണ് ഈ ജലപ്രളയം. നോഹ കണ്ടു, ദൈവം സംസാരിച്ചപ്പോൾ വെള്ളം ഉണ്ടാകാൻ പോകുന്നു എന്നത് കണ്ടതുപോലെ തന്നെ നമ്മളും കണ്ടിരിക്കണമെന്ന്. ഓരോ വചനം നമ്മളോട് പറയുമ്പോഴും വചനമല്ല കാണാൻ, വചനത്തിനകത്തുള്ള വെളിപ്പാട് കാണണം. അതാകുന്നു മണവാട്ടിയുടെ മന്ന. അതിലാണ് ദൈവം തന്റെ സഭയെ കെട്ടുന്നത്. വചനമാണ്. അവർ ഈ വചനത്തിൽ കെട്ടാൻ നോക്കുന്നു. ഈ വചനം മത്തായി 28:19 എന്ന വചനത്തിന്റെ വെളിപ്പാടാകുന്നു. അപ്പോസ്തലൻ പറഞ്ഞ 2:38 ഇതിലല്ല, ഈ വെളിപ്പാടില്ലാത്ത ജനമാ. അതുപോലെ ആ ജലം നോക്കൂ, അവരെ കൊല്ലുവാൻ ഉപയോഗിച്ച അതേ വചനം നോഹ വിശ്വസിച്ചപ്പോൾ ആ വചനം ജലമായി തീർന്നു. അവിശ്വസിച്ചവരെ കൊന്നു. ആ വചനം ജലമായി തീർന്ന് വിശ്വസിച്ച നോഹയെ സംരക്ഷിച്ചു. എത്ര വലിയ ശ്രേഷ്ഠയാണ്! ഒറ്റ വചനത്തിനകത്ത് ജീവനും മരണവും. ഇതുപോലെ തന്നെ കർത്താവ് സദൃശ്യവാക്യം വായിക്കുക. മരണവും ജീവനും നിന്റെ നാവിന്റെ അധികാരത്തിൽ തന്നിരിക്കുന്നു. മരണമാണ് ആദ്യം പറയുന്നത് അവിടെ.
അതായത് കർത്താവിന്റെ വചനം നമ്മോട് സംസാരിച്ചിരിക്കുന്നത് ജീവനായിട്ടാ. അത് ഞാൻ അവിശ്വസിച്ചാൽ ആ നിമിഷം തന്നെ മരണമാണ്. ന്യായവിധിയിൽ അടയ്ക്കപ്പെട്ടത് നോഹ പോയി സംസാരിച്ചപ്പോൾ കേൾക്കാത്ത ഓരോ വ്യക്തിയും അപ്പോൾ തന്നെ ന്യായവിധിയിൽ അടയ്ക്കപ്പെട്ട് കഴിഞ്ഞു. ആ വിലയേറിയ ശുശ്രൂഷ ഇന്ന് വില്യം മാര്യം ബ്രൻഹാമിലൂടെ ചെയ്തു. ഇന്നിപ്പോൾ ചെയ്യുന്നത് മാലിക് ബ്രദർ 4 വർഷം മുമ്പ് ഇവിടെ എടുത്തൊരു മെസ്സേജാണ്. മണവാട്ടിക്കായി ഒരു ശുശ്രൂഷ ഉണ്ട്. പ്രവാചകൻ സീനിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പ്രവാചകനിലൂടെ കർത്താവ് സംസാരിച്ച ശബ്ദം ഇന്നും മുഴങ്ങി ഇവിടെ കേൾക്കുന്നു. തകർത്ത ഇടി മുഴക്കം പോലെ, പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ കേൾക്കുന്നത് ഇന്ന് അതേ സംസാരം, അതേ സുവിശേഷമായി നമ്മൾ സുവിശേഷം അറിയിക്കാൻ പോകുന്ന ശബ്ദമാണ്. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ നമ്മൾ സുവിശേഷം അറിയിക്കാൻ പോകുന്നുവെങ്കിൽ ന്യായവിധി നാളിൽ അവർ നിലവിളിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഇന്ന് നമ്മൾ അറിയിച്ച സുവിശേഷം അവരുടെ മുമ്പിൽ അന്ന് കേൾക്കും. അവിടെ മറ്റൊരു നിലവിളി കേൾക്കും, അത് വിശ്വസിക്കാത്തവരുടെ നിലവിളി. എന്നാൽ കർത്താവിന്റെ ജനം ഇന്ന് നമ്മളാണ്. കർത്താവ് വരുന്നതിന് മുമ്പ് ഈ സുവിശേഷവുമായി ഇറങ്ങിപ്പോകുന്ന നമ്മൾ സംസാരിക്കുന്നു. പക്ഷെ എല്ലാവരും പറയും പോൾ ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ അല്ലേ, സഹോദരനെ അല്ല. അന്ന് അവർക്ക് ബോധ്യമാകാം അത് ദൈവത്തിന്റെ ശബ്ദമായിരുന്നു. തകർത്ത ഇടി മുഴക്കം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ അന്ന് കേൾക്കണമെങ്കിൽ ഇന്ന് നിങ്ങൾ പോയി പരിശുദ്ധാത്മാവിനെ സുവിശേഷം അറിയിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞതുകൊണ്ട് പോകരുത്. എങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കളല്ല. കാര്യം എന്താ? ആത്മാവ് വഴി നടത്തുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. മനുഷ്യന് മുമ്പിൽ ലജ്ജിക്കാതെ ദൈവത്തിന്റെ നോക്കൂ, ശക്തി ധരിക്കുവോളം യെരൂശലേമിൽ പാർപ്പിൻ. ശക്തി ധരിക്കാത്തവരോട് ഇവിടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചോ. പക്ഷെ ശക്തി ധരിച്ചാൽ, പാസ്റ്റർ പറഞ്ഞുകൊണ്ട് ഞാൻ പോയ 2 ദിവസം പോകും, പിന്നെ പോകില്ല. അതൊരു അടയാളമാണ്. അതല്ല എങ്കിൽ പോകുന്നെങ്കിൽ വിചാരിച്ചോളണം, 1ാമത്തെ ഗണത്തിലേക്ക് കർത്താവ് സീൽ ചെയ്ത. ഇത് ഏലിയാവിന്റെ ആത്മാവിന്റെ സ്വഭാവമാണ്. പറയുമ്പോൾ പലരെയും എനിക്ക് കാണാം. നിങ്ങൾ പോകാത്തതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് വിഷമം തോന്നും. പക്ഷെ പോകുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ അവർ ഹല്ലേലൂയ, കർത്താവേ സ്തോത്രം, എന്നെ അയക്കുന്നതിനായി നന്ദി കർത്താവേ എന്ന് അവർക്ക് ഇപ്പോൾ പറഞ്ഞേ. രണ്ടും കൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നോഹ ചെന്ന് പറഞ്ഞപ്പോൾ വചനം ജലമായി തീർന്ന് ആ ജലം കുറച്ചുപേരെ കൊന്നു. ആ ജലം നോഹയും കുടുംബത്തെ സംരക്ഷിച്ചതുപോലെ ഇപ്പോൾ ഈ അന്ത്യകാലത്ത് പ്രവാചകനിലൂടെ സംസാരിച്ച ഈ കാലത്തിന്റെ സന്ദേശം ഏതാണ്? മത്തായി 13:30. സംഘടനാ സഭയിൽ പോയി ദൈവത്തിന്റെ ആടുകളെ സഭയിലേക്ക് കൊണ്ടുവരേണ്ട സുവിശേഷം അറിയിക്കുന്ന നമ്മൾ കേൾക്കാത്തവനെ ന്യായവിധിയിലേക്ക് അടയ്ക്കുകയാണ്. ആര്? കർത്താവ് തന്നെ, നമ്മളല്ല. നമുക്ക് പ്രശംസിക്കാനൊന്നുമില്ല. നമ്മളിലൂടെ സംസാരിക്കും thus saith the Lord. എന്തുകൊണ്ട്? ആത്മാവെന്നിൽ ഇരുന്നു കൊണ്ട് വഴി നടത്തുന്നു. അതുപോലെ ഒരുവൻ ഒരിക്കലും ഒരു ആത്മാവുമായിട്ടാണ് നമ്മുടെ അടുക്കൽ വന്നതുകൊണ്ട് ഇതിനു മുമ്പ് പലരും വന്നിട്ടുണ്ടാകാം, നമുക്കും തോന്നിയിട്ടുണ്ടാകാം ഇത് ശരിയല്ലല്ലോ, ഇതല്ലേ ശരിയെന്ന്. പക്ഷെ അന്ന് നമുക്ക് പുറത്തേക്ക് വരാൻ തോന്നിയില്ല. ഒരുവൻ ദൈവത്തിന്റെ ആത്മാവ് പ്രാപിച്ചുകൊണ്ട് ഈ സന്ദേശം അറിയിക്കാൻ നമുക്ക് മുൻപായി ദൈവം ഉപയോഗിച്ചതാകുന്നു നമ്മുടെ അടുക്കിലേക്ക് വന്ന സുവിശേഷകൻ. ആ കർത്താവ് തന്നെ നമുക്ക് തുറന്നു തന്നു. അതുപോലെ നമ്മൾ പോയി അറിയിക്കുമ്പോൾ നോഹ ഈ കാലത്ത് ആ കാലത്ത് അറിയിച്ചതുപോലെ ഒരു കൂട്ടർ ന്യായവിധിയിലേക്ക് അടയ്ക്കപ്പെടുന്നു, മറ്റൊരു കൂട്ടർ ജീവനിലേക്ക് പോകുന്നു. നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ? മണവാട്ടിക്ക് ഒരു ശുശ്രൂഷ ഉണ്ട് എന്ന ഞാൻ പറഞ്ഞതല്ല, thus saith the Lord. നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ മണവാട്ടിയുടെ ഗണത്തിൽ നിന്ന് ഇപ്പോഴേ കർത്താവ് പ്രവർത്തിക്കുന്നു നിങ്ങളിലേക്ക്. നോക്കൂ, അപ്പൊ ജലപ്രളയം ചിലരെ കൊന്നു, ചിലരെ ജീവനിലേക്ക് കൊണ്ടുപോയി. അടുത്ത ഒരു ഉദാഹരണം. അപ്പൊ നേരത്തെ എന്താ പറഞ്ഞത്? നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിൽ. അപ്പൊ അന്ത്യനാളിൽ ഒരു പ്രവാചകനെ ദൈവം ഉപയോഗിക്കുമെന്ന് യേശു പറഞ്ഞിരിക്കുന്നു. അക്ഷരത്തിന്റെ ശുശ്രൂഷ ചെയ്താൽ അവർക്ക് ഇത് മനസ്സിലാകില്ല. ആത്മാവിന്റെ ശുശ്രൂഷ മനസ്സിലാകും. മനുഷ്യപുത്രൻ പ്രവാചകൻ ഈ അന്ത്യനാളിൽ ദൈവം ഒരു പ്രവാചകനെ ഉപയോഗിക്കും. ഒരു സഭാകാലത്തിൽ ഒരു വ്യക്തിയെ മാത്രമേ ഉപയോഗിക്കുള്ളൂ. എറണാകുളത്ത് വലിയൊരു സഭയുണ്ട്, 100-ലധികം ജനങ്ങളുണ്ട്. സിബി ബ്രദറിന്റെ സിബി ബ്രദർ ഉണ്ടല്ലോ എറണാകുളത്ത്. അവിടെ 100-ലധികം ആൾക്കാരുണ്ട്. അവർ എന്നെ വിളിച്ചിരുന്നു. ഈ അടുത്ത സമയത്ത് അവർ പറയാണ്, പ്രവാചകന്റെ കാലം കഴിഞ്ഞു സഹോദര. കോൾമാൻ ഉണ്ടല്ലോ, കോൾമാൻ ആണ് ഈ കാലത്തിന്റെ പ്രവാചകൻ. കോൾമാൻ പറഞ്ഞത് കേൾക്കണം. ഞാൻ പറഞ്ഞു ബൈബിളിൽ എവിടെ? ആദ്യമൊന്നും പറയാൻ പോയില്ല. അവർ കുറെ ഡീറ്റെയിൽസ് പറഞ്ഞു. ആ കാലത്തിന് ശേഷം ഇപ്പോൾ മണവാട്ടിയെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത് കോൾമാൻ മിനിസ്ട്രിയിലുള്ളവരാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പോഴത്തെ പ്രവാചകൻ ആരാ? അത് കോൾമാൻ. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, ഇത്രയും കാലത്തിനിടയിൽ കർത്താവ് എവിടെയെങ്കിലും 2 പ്രവാചകന്മാരെ ഒരേ സമയത്ത് ഉപയോഗിച്ചു? 2 സഭാദൂതന്മാരെ ഉപയോഗിച്ചു? മണ്ടിയില്ല. അപ്പോൾ നിങ്ങളെ ഉപദേശിക്കുന്ന ആര്?
ദസൈതലോടല്ല. അവരെ തിരിച്ചറിയണം. 100-ലധികം ആൾക്കാർ അവരുടെ സഭയിലുണ്ട് എറണാകുളത്ത്. ഒരു സഭാകാലത്തിലും 2 ദൂതന്മാരെ, 2 മനുഷ്യരെ പ്രവാചകന്മാരായി ദൈവം ഉപയോഗിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഈ കാലങ്ങളിൽ പ്രവാചകനല്ല, റീഫോമേഴ്സാ. അവര് ദൈവജനത്തെ ഓരോ തുറന്നെടുക്കാം. ഓരോ കാലത്തും ദൈവത്തിന്റെ സഭയുണ്ട്. ഇന്ന് CSI, മാർത്തോമ, കത്തോലിക്ക, ലൂതർ മിഷൻ, സമന്വയ, യഹോവസാക്ഷികൾ, യേശുനാമ സഭകള്, പെന്തക്കോസ്ത്, ഇന്ന് ദൈവസഭയല്ല. ഒരു കാലത്ത് ദൈവം ആ സഭകളിലേക്ക് ചിലരെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ആ ഏഞ്ചലിന്റെ കാലം വരെ അത് ദൈവസഭയായിരുന്നു. ആ കാലം കഴിഞ്ഞ് കർത്താവ് മറ്റൊരു വ്യക്തിയെ ഉപയോഗിക്കുമ്പോൾ ആ വ്യക്തിയിലൂടെ അറിയിക്കുന്നത് തൊട്ടു മുമ്പിലുള്ള സഭകളിലേക്ക് അറിയിച്ചിട്ട് അവിടെ നിന്ന് കർത്താവ് ജനത്തെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതാണ് ആ കാലത്തിന്റെ ദൈവസഭ. അവിടെയുള്ളവരാണ് ദൈവത്തിന്റെ മണവാട്ടിമാർ. എന്നാൽ പ്രവാചകൻ ലാസ്റ്റിൽ മാത്രമേ കർത്താവ് ഉപയോഗിക്കുള്ളൂ. കാര്യം എന്താ? നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്ക് നിരപ്പിക്കും, ഏലിയാവിന്റെ ആത്മാവുമായി. അത് പ്രവാചകൻ. പ്രവാചകൻ മീൻസ് ദൈവം സംസാരിക്കുന്ന മനുഷ്യൻ. ഓക്കെ, എന്ന് നമ്മൾ ആ പ്രവാചകനെ ബഹുമാനിക്കണം, അനുസരിക്കണം. കാര്യം നോഹയോട് ക്രുദ്ധിച്ചവരെയൊക്കെയും വഴി തള്ളിയിട്ടു എന്ന് എഴുതി വെച്ചിരിക്കുന്നു. നോഹയോട് ക്രുദ്ധിച്ചത് കൊണ്ടല്ല, നോഹയിലൂടെ പറഞ്ഞത് വചനം, ദൈവത്തിന്റെ വചനമായിരുന്നു. വില്യം മരിയം ബ്രൻഹാമിലൂടെ കർത്താവാണ് സംസാരിച്ചത്. അതുകൊണ്ട് വില്യം മരിയം ബ്രൻഹാമിനെ തന്നെ നമ്മൾ തള്ളിക്കളഞ്ഞാലും ആരെ തള്ളിക്കളയുന്നു? ഇപ്പൊ നോക്കൂ, പത്രോസ് പറഞ്ഞ സ്നാനം വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവർ ആരെ തള്ളി? അവർ പ്രതീക്ഷ വെച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ തന്നെയാണ് തള്ളിയത്. കാര്യം യേശു വ്യക്തമായി പറഞ്ഞു, എനിക്ക് ഇനിയും അനേകം കാര്യം, യോഹന്നാൻ 16:12 മുതൽ താഴോട്ട്, എനിക്ക് ഇനിയും അനേകം കാര്യങ്ങൾ പറയാനുണ്ട്. അതോ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും. ഞാൻ പോയി മടങ്ങി വന്ന എല്ലാ നാളും നിങ്ങൾ ഇരിക്കും. അപ്പോൾ ഈ ഒന്നാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ പത്രോസിനോട് സംസാരിച്ചാല് പരിശുദ്ധാത്മാവ് അതാര്? ഞാൻ പോയി മടങ്ങി വന്ന് എല്ലാ നാളും നിങ്ങളോട് ഇരിക്കും. അതാണ് യേശുവിനെ ക്രിസ്തു എന്ന് പറയുന്നത്. അതാണ് പരിശുദ്ധാത്മാവ്. പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ ക്രിസ്തുവിൽ സംസാരിക്കുന്നു, പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്നു. അപ്പോൾ പത്രോസ് പറഞ്ഞത്, പത്രോസ് എന്ന മനുഷ്യനെ നോക്കിക്കൊണ്ട് അവർ ലജ്ജിച്ചപ്പോൾ ആരെ തള്ളിക്കളഞ്ഞു? Thus saith the Lord. അപ്പൊ വില്യം മരിയം ബ്രൻഹാം എന്ന പ്രവാചകനിലൂടെ കർത്താവ് പ്രവാചകനെ തള്ളിക്കളയുമ്പോൾ ആരെ തള്ളിക്കളയുന്നു? Thus saith the Lord. കർത്താവിനെ തന്നെ തള്ളിക്കളയുന്നു. ഇതിന് ഒരു ഉദാഹരണം കൂടെ പഴയ നിയമത്തിൽ വരണം. സാക്ഷ്യങ്ങൾ പറയാൻ ആരെങ്കിലും ഉണ്ടോ? സാക്ഷ്യം പറയാനായിട്ട് ഒരാള് സാക്ഷ്യം പറയുന്നുണ്ടോ? ഉണ്ട്. ഇവർ 2 പേര്. വേറെ അതനുസരിച്ച് നിർത്താനാണ്. 2 പേര് തന്നെയല്ല. ഓക്കെ, ഇപ്പൊ നിർത്താം. ഇനി ഒരു ഇതോട് പറഞ്ഞു നിർത്താം. അടുത്ത് ഇതും യേശു പറയുന്നതാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാമത്തെ അധ്യായത്തില് യേശു തന്നെ പറഞ്ഞ ഒരടയാളം നോഹയുടെ കാലത്തും പറയുന്നുണ്ട്. അടുത്ത് സോതോമിന്റെ കാര്യം പറയുന്നുണ്ട്. നോക്കൂ, നോഹയുടെ കാലത്തുള്ള പറഞ്ഞല്ലോ, മനസ്സിലായല്ലോ. ഇനി ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സോതോം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധവും പെയ്ത് എല്ലാവരെയും മുടിച്ചു. ഇതേ സംഭവം തന്നെയാണ് കർത്താവ് 2 വായ്മൊഴിയാൽ ഏത് കാര്യം ഉറപ്പിക്കാം. ഇതല്ല ഇനിയുണ്ട്. അതിപ്പോ ഞാൻ അവിടെ കൊണ്ടുവന്നിട്ടില്ല, 2 ഇപ്പൊ പഠിക്കാം. അപ്പൊ ജലപ്രളയം നോക്കൂ, നോഹ പെട്ടകത്തിൽ കടക്കുന്ന നാൾ വരെ എന്ന് പറയുന്നതിന്റെ ഇണവചനമാണ് ലോത്ത് സോതോം വിട്ട നാളിൽ. അവൻ നോഹ ലോകത്ത് നിന്ന് പെട്ടകത്തിലേക്ക് കടന്നു, ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടു. ലോത്ത് ദൈവം കത്തിക്കാനിരിക്കുന്ന സോതോമിൽ നിന്ന് ദൈവവചനം കേട്ട് പുറപ്പെട്ടപ്പോൾ അവൻ ആ കാലത്തിന്റെ ക്രിസ്തുവിൽ ആയി സംരക്ഷിക്കപ്പെട്ടു. അവൻ ഒരു മലയിലേക്കാ പോയത്. ആ മല പാറ, ആ പാറ ക്രിസ്തു ആയിരുന്നു. അവൻ ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടു. അതിനുശേഷം അവൻ നോഹ പെട്ടകത്തിൽ കടന്ന ശേഷം അവൻ സംസാരിച്ച വചനം തന്നെ ജലമായി വന്ന് നോഹയെ സംരക്ഷിക്കുകയും മറ്റുള്ളവരെ കൊല്ലുകയും ചെയ്തു. സോതോമിലെ ലോത്തിനോട് അറിയിച്ചത് 2 ദൂതന്മാരാ. പക്ഷെ അതും ദസ് സൈത ലോടാണ്. കർത്താവ് പറഞ്ഞത് കേട്ട് ലോത്ത് സോതോം വിട്ടതേ ഉള്ളൂ. ആകാശം തീയും ഗന്ധവും, അവിടെ ജലപ്രളയം വന്ന് സകലരെയും മുടിപ്പിച്ചതുപോലെ ഇവിടെ തീയും ഗന്ധവും പെയ്ത് എല്ലാവരെയും മുടിപ്പിച്ചു കളഞ്ഞു. എത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ഇത് നോക്കിയിരിക്കാനല്ല. ഈ 2 ഉദാഹരണം പറഞ്ഞത് എപ്പോഴത്തേക്കാണ്? ഈ അവസാന കാലത്തേക്ക്.
നമ്മൾ വന്നിരിക്കുന്ന ഈ വില്യം മാരിയം ബ്രൻഹാം എന്ന വ്യക്തിയിലൂടെ കർത്താവ് സംസാരിച്ചതിന് എത്ര അധികം വില കൽപ്പിക്കണം എന്നറിയാമോ? ഇല്ല എങ്കിൽ ഇതുപോലെ ആകും. ഒന്നുകിൽ നിങ്ങൾ ഹാനോക്കിനെ പോലെ നമ്മൾ എടുക്കപ്പെടും കർത്താവിന്റെ വരവിൽ, അല്ല എങ്കിൽ രണ്ടാമത്തെ ഗണത്തിലായാൽ വളരെ കഷ്ടമാണ്. ലോത്തും ഈ കാലത്തിന്റെ ഗതികൾക്കനുസരിച്ച് ജീവിച്ചു മരിച്ചു. നോഹയും പിന്നെ കുറെ കാലം പെട്ടകത്തിൽ ആ കാലത്തിന്റെ ഗതികൾക്കനുസരിച്ചാണ് മരിച്ചത്. പക്ഷേ ഹാനോക്ക് മരണം കൂടാതെ എടുക്കപ്പെട്ടു. ഈ സോദോമിന്റെ നാളില് അബ്രഹാം ആയിരുന്നു. ഏലോഹീം അവന്റെ അടുക്കൽ ഇറങ്ങി വന്നു, വാഗ്ദത്ത സന്തതി പ്രാപിച്ചു, വാതിൽ തുറന്നു കിട്ടി, രൂപാന്തരപ്പെട്ടു. നമ്മളും ആദ്യ ഗണത്തിൽ പോകുന്നു. ഇവിടെ ലോത്തിന്റെ കാലത്ത് ആദ്യ ഗണത്തിൽ പോകുന്നത് രൂപാന്തരം സംഭവിച്ചത് അബ്രഹാമിനും സാറയ്ക്കും. പിന്നെ ലോത്ത് പ്രയാസേന ദൈവരാജ്യം പ്രാപിക്കുന്ന നീതിമാന്റെ ഗണത്തിലാണ്. നോഹയുടെ കാലത്തോ നോഹ നീതിമാൻ പ്രയാസേന ദൈവരാജ്യം പ്രാപിക്കും. അവൻ ആ കാലത്തിന്റെ ഗതികൾക്കനുസരിച്ച് പെട്ടകത്തിൽ ഇരുന്നിട്ട് പിന്നെ ജീവിച്ചു മരിച്ചു. ആ സമയത്ത് ഹാനോക്ക് എടുക്കപ്പെട്ടു. ഈ രണ്ട് കാര്യവും ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഏത് വേണം? ഒന്നുകൂടെ ഉണ്ട്, എന്നേക്കുമായി ജീവപുസ്തകത്തിൽ പേരില്ലാതെ പോകുന്ന ഒരു കൂട്ടർ. അപ്പൊ 3 ടൈപ്പ് ജനം ഈ കാലത്ത് നമ്മുടെ മുമ്പിൽ ഇത് രണ്ടും ഇപ്പോൾ വച്ചിരിക്കുന്നു. നോഹയുടെ കാലം പോലെയും സോദോമിന്റെ നാളുകൾ പോലെയും. എന്നാൽ ഇവിടെ രണ്ടിടത്തും പറയാത്തൊരു കാര്യം, ഒന്ന് നോഹ എന്ന് പറയുമ്പോൾ ഹാനോക്കിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ല. സോദോമിനെ കുറിച്ച് പറയുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് അബ്രഹാം എന്ന് പറഞ്ഞാൽ പ്രവാചകനാണ്. ഈ കാലത്ത് വാതിൽ തുറക്കുന്ന ശുശ്രൂഷ ചെയ്യുന്നത് ഏലോഹിം, സ്വയം ദൈവം. ഈ ദൈവം അബ്രഹാമിന്റെ അടുക്കൽ ഇറങ്ങി വന്ന് സംസാരിച്ചതാണ് അവരെ രൂപാന്തരപ്പെടുത്തിയത്. ആ വചനം വായിച്ചു നോക്കുക. ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായം വായിച്ചു നോക്കുക. ആ ഏലോഹിം ഇറങ്ങി വന്ന് സംസാരിച്ച കഴിഞ്ഞ ശേഷം അവർ ആദ്യം ചെയ്തത് ആ സ്ഥലം വിട്ട് അവർ അവിടെ നിന്ന് പോയി. സംഘടനാ സഭയിലായിരുന്ന നമ്മളോട് ആരോ സുവിശേഷം അറിയിക്കാൻ വന്നപ്പോൾ കർത്താവ് തന്നെ നമ്മുടെ ഹൃദയം തുറന്നു തന്നു എങ്കിൽ നമ്മളും സംഘടനാ സഭ വിട്ടു പോരണം. താഴോട്ട് കുറെ ഞാനതാ പഠിപ്പിക്കുന്നത്, തുറന്നെടുക്കാം. അവളെ വിട്ടു പോരുവിനെന്ന് നമ്മളല്ല, എന്നോട് വചനം പറഞ്ഞ ബ്രദറല്ല, സഹോദരിയല്ല, ദസ് സൈതലോടാണ്. ആ സഭയിലേക്ക് പോകരുത്, അവിടുത്തെ പ്രസംഗം കേൾക്കാൻ പോകരുത്. കാര്യം എന്താ? അവിടെ മരണത്തിന്റെ വിത്താണ് വിതയ്ക്കുന്നത്, ഇവിടെ ജീവന്റെ വിത്താണ് വിതയ്ക്കുന്നത്. കേൾക്കുന്ന നിങ്ങൾ ഇപ്പോൾ ഏത് ഗണത്തിൽ പോകണമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തീരുമാനിക്കാം. ഒന്നുകിൽ നിങ്ങൾ വിശുദ്ധന്മാരുടെ ഗണത്തിൽ 1-ാമത്തെ ഗണത്തിൽ പോകും, ഇല്ല അതും കുഴപ്പമില്ല ഇതും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രയാസേന ദൈവരാജ്യം പ്രാപിക്കുകയുള്ളൂ. 1000 ആണ്ട് വാഴ്ച കാലം വരെയും നിങ്ങൾ നരകയാതന അനുഭവിക്കണം. പീഡിതൻ നരകത്തിലേക്കല്ല, അത് പിന്നത്തേലാണ്. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ട് വെള്ളസിംഹ ന്യായവിധി കഴിഞ്ഞിട്ടാണ് അവിടെ തീപ്പൊയ്ക്കലിരുന്നത്. പക്ഷെ നിങ്ങൾ എവിടെയായിരിക്കും? യാതനാ സ്ഥലത്തായിരിക്കും. ആരായിരുന്നാലും അങ്ങനെ പോകാനല്ല നമ്മൾ വന്നത്. അപ്പോൾ തീയും ഗന്ധവും പെയ്ത് എല്ലാവരെയും മുടിപ്പിച്ചു കളഞ്ഞു. നോക്കൂ, മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഔവണ്ണം തന്നെ ആകും. ആമേൻ. മനുഷ്യപുത്രൻ പ്രവാചകൻ 1906 മുതൽ വില്യം മാരിയം ബ്രൻഹാം എന്നൊരു വ്യക്തിയിലൂടെ ദൈവം സംസാരിച്ചു തുടങ്ങി. അദ്ദേഹത്തിലൂടെ ദൈവം സംസാരിച്ചതാണ് ദസ് സൈദ് ലോർഡ്. ഈ കാലത്തിന്റെ മണവാട്ടിക്കായിട്ടുള്ള മന്ന. മറ്റൊന്ന് കഴിക്കാൻ പോകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള പുസ്തകം വേണമെങ്കിൽ തരാം, മെസ്സേജ് ഓഡിയോ ഉണ്ട് തരാം, നിങ്ങൾ അത് ഭക്ഷിക്കൂ. മറ്റൊന്ന് കേൾക്കാൻ പോകരുത്. പോകരുതെന്ന് ഞാനല്ല പറഞ്ഞത്, കർത്താവ് സംസാരിച്ചു. കർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭർത്താവാണ്, രാജാവാണ്, യഹൂദ ഗോത്രത്തിലെ സിംഹമാണ്. സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും. വനത്തിലെ രാജാവ് ഗർജിക്കുമ്പോൾ എല്ലാ ജീവജാലങ്ങളും സൈലന്റ് ആകുന്നത് രാജാവ് സംസാരിക്കട്ടെ. അത് കേൾക്കുമ്പോൾ മരണം സംഭവിക്കണം. ഇവന്റെ ഇഷ്ടം മാറ്റിയിട്ട് രാജാവിന്റെ ഇഷ്ടം ചെയ്യണം. അങ്ങനെയെങ്കിൽ പ്രവാചകനിലൂടെ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ വെളിപ്പെടുന്നവർക്ക് മാത്രമാണ് ഇത് ദസ് സൈദ് ലോർഡാണെന്ന് മനസ്സിലാവുന്നത്. അല്ലാത്തവർക്ക് അത് വില്യം മാരിയം ബ്രൻഹാമ. ലോക ക്രിസ്ത്യാനികൾക്ക് പത്രോസ് പറഞ്ഞ സ്നാനം വേണ്ടെന്ന് പറഞ്ഞാൽ അവർ ക്രിസ്തുവിനുള്ളവരല്ല. ഈ കാലത്തിന്റെ വെളിപ്പാട് അവർക്ക് ഗ്രഹിച്ചിട്ടേ ഇല്ല. അതുപോലെ ആയി പോകും ഈ സഭയ്ക്കകത്ത് വന്നിട്ടും. ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ നിന്നാണ്. വെളിപ്പെടുന്ന വെച്ചാ പ്രവാചകൻ ഒരു ശരീരവുമായി നമ്മുടെ മുമ്പിൽ വന്നത് വെളിപ്പെട്ടതല്ല. അദ്ദേഹത്തിലൂടെ കർത്താവ് ചെയ്ത ശുശ്രൂഷ എനിക്ക് ഗ്രഹിക്കുമ്പോഴാണ് അത് വെളിപ്പെട്ട് വരുന്നത്. ആരാണോ ഗ്രഹിക്കുന്നവർ അവർ മാത്രമാണ് അതാരെന്ന് വെളിപ്പെട്ടത്. യഹോവയായ ദൈവം തന്നെ മന്ദിരത്തിലേക്ക് വരും.
യെശയ്യാ പ്രവാചകൻ 25:9 പറയുന്നത്, ദൈവം തന്നെ വന്ന് നിങ്ങളെ രക്ഷിക്കും, അവന്റെ നാമം യഹോവ എന്ന് തന്നെ എന്ന് പറഞ്ഞ ആ യഹോവ തന്നെ ശരീരത്തിൽ വന്നപ്പോൾ അവർ പറഞ്ഞു ബേൽസബൂൽ. അവർ ആ കാലത്തിന്റെ വെളിപ്പാട് ലഭിച്ചവരല്ല. വഴിവെക്കി കിടന്നവർക്ക് ആ കാലത്തിന്റെ വെളിപ്പാട് കിട്ടി. ശരീരം അവർ കണ്ട, പുരോഹിതവർഗം കണ്ട അതേ ശരീരം തന്നെ ഈ പാപിയായ വ്യക്തി കണ്ടപ്പോൾ അവർക്ക് എന്തോ ചിലത് വെളിപ്പെട്ടു. വെളിപ്പെട്ടവരുമായിട്ടാണ് മറഞ്ഞിരുന്ന ദൈവത്തിന് കൂട്ടായ്മ. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഈ പ്രവാചകനിൽ മറഞ്ഞിരുന്നത് ആരാണ്? ഒരേ ഒരുവൻ, ക്രിസ്തു എന്ന് വ്യക്തമായി വെളിപ്പെട്ടാൽ ആ വെളിപ്പാട് ലഭിച്ച വ്യക്തിയുമായിട്ടാണ് ഈ കാലത്തിന്റെ കർത്താവിനും കൂട്ടായ്മ ഉള്ളത്. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. തെസ്സലോനിക്കയിൽ വചനമുണ്ട്, നമ്മളെ വിളിച്ചത് പരിശുദ്ധാത്മാവിന. ആ വെളിപ്പാടിൽ നിൽക്കുന്നുവെങ്കിൽ ഈ കാലത്തിന്റെ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. ഈ ഒരൊറ്റ വചനം എടുത്ത് നിർത്താം. ഇതിനോട് ചേർന്ന് പോകുന്നത് സെഖര്യാ 14:7 യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും. പെട്ടെന്ന് ഞാൻ പറഞ്ഞു തരാം, ഒരു വചനം കൂടെ ഉള്ളൂ. ഇതൊക്കെ എടുക്കാനുണ്ട്, വചനമൊക്കെ ഉണ്ട്, ഞാൻ പിന്നെ എടുക്കാം, പെട്ടെന്ന് എടുത്തിട്ട് കാര്യമില്ല. ഇതൊരു എടുക്കാം. യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും, അത് പകലുമല്ല രാത്രിയുമല്ല, സന്ധ്യാസമയത്തോ വെളിച്ചമാകും. നമുക്കറിയാം, ഇവിടെ ആയിരുന്നു വെളിച്ചം. ഒന്നാമത്തെ സഭാകാലത്തിൽ പരിശുദ്ധാത്മ വന്നപ്പോൾ ശരിയായ വചനം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിശാച് നുഴഞ്ഞു കയറി അപ്പോസ്തലരുടെ 4:17-18 ഈ നാമം അശേഷമുണ്ടായിരുന്ന ആരോടും ഉപദേശിക്കരുത് എന്ന് പറഞ്ഞതോടുകൂടി ഇരുൾ തുടങ്ങി. കർത്താവ് യേശു ക്രിസ്തു മാത്രം വിശ്വസിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതായിരുന്നു വെളിച്ചം. ആ വെളിച്ചത്തോടൊപ്പം നാമം ഉപയോഗിക്കുന്നപ്പോൾ ഇവിടെ മുതൽ വെളിച്ചം കെട്ടു തുടങ്ങി. ഇപ്പോൾ സന്ധ്യാസമയമായപ്പോൾ മനുഷ്യരുടെ ബുദ്ധിയാൽ സകലരും പഠിപ്പിച്ച് ഏതാണ് ശരി തെറ്റെന്ന് അറിയാൻ കഴിയാത്തതിനാൽ ഇരുളേത്, ഏതാണ് നിറം, അത് കുതിരസവാരിക്കാരുടെ തന്നെ വെള്ള, ചുവപ്പ്, കറുപ്പ്, ഇപ്പോൾ ഏത് തിരിച്ചറിയാൻ കഴിയാത്ത പേൾ എന്ന കളർ. ഇതാണ് ഈ ഒരു അവസ്ഥ. ഇതാണ് സന്ധ്യാസമയം. ഏഴാമത്തെ സഭാകാലത്തില് നമുക്ക് ഇത് വ്യക്തമായി അറിയാം, വെള്ളയാണ്, ഇത് വ്യക്തമായി അറിയാം, ചുവപ്പ്, ഇത് കറുപ്പ്. എന്നാൽ ഒരേ അളവിൽ 3 കളർ, ഈ വെള്ള, ചുവപ്പ്, കറുപ്പ് പെയിന്റ് എടുത്ത് കൂട്ടിക്കലർത്തിയാൽ ഒരു നിറം കിട്ടും, ഏതാണെന്ന് അറിയാതെ. ഈ കാലത്ത് ദൈവിക വെളിപ്പാട് ഏതെന്ന് അറിയാതെയാണ് ഈ സംഘടനാ സഭകൾ മുഴുവൻ ഇരിക്കുന്നത്. പഠിപ്പിച്ചതാര്? കുതിര എന്താണ്? മൃഗം. മൃഗം എന്താ? ശക്തി, സാത്താൻ. അവന്റെ പുറത്തുള്ള മനുഷ്യൻ ആരാണ്? വേദ പഠനം, ബൈബിൾ കോളേജിലൂടെ പഠിപ്പിച്ച മനുഷ്യന്റെ ജ്ഞാനത്തിൽ പഠിപ്പിച്ചതായ ഈ സഭകളാണ് ഇത്. അതുകൊണ്ട് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയാൻ കഴിയാതെ നമ്മൾ അവിടെ ഇരുന്നപ്പോൾ, ഹൃദയം തുടങ്ങിയപ്പോൾ കർത്താവ് കാലത്തേക്ക് നമ്മുടെ അടുക്കിലേക്ക് വന്നിട്ട് വെളിപ്പെടുത്തി തന്നതുകൊണ്ടാണ് കർത്താവ് നമ്മളെ അവിടെ നിന്ന് പുറത്തേക്ക് വിളിച്ചത്. അങ്ങനെ ഇരുന്ന ഈ സന്ധ്യാസമയത്ത് ദൈവം സംസാരിച്ചത് ഈ വ്യക്തിയിലൂടെ സംസാരിച്ചതാണ് വെളിച്ചം. അതാകുന്നു നമ്മുടെ സന്ദേശം. ആ വെളിച്ചം ഭക്ഷിച്ചുകൊണ്ട് ഇരുളും കൂടെ ഭക്ഷിക്കാൻ പോകരുത്, ദയവ് ചെയ്ത് പോകരുത്. എങ്കിൽ നിങ്ങൾ ശീതോഷ്ണവനാകും. വെളിച്ചത്തിൽ നടക്കുവിൻ. വെളിച്ചത്തിന്റെ മക്കളുമായിട്ടാകുന്നു എനിക്ക് കൂട്ടായ്മയുള്ളത്. വെളിച്ചവും ഇരുളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചം വന്നുവെങ്കിൽ ഇരുള് പോകാൻ പറയണ്ട, അത് പുറത്തു പോയിരിക്കും. നമ്മൾ വെളിച്ചത്തിന്റെ മക്കളെങ്കിൽ ഈ കാലത്ത് ദസൈതലോടാണ് പ്രവാചകരുടെ കർത്താവ് സംസാരിച്ച സന്ദേശം. എന്തായാലും ഇവിടെ 3 ടൈപ്പ് ജനം ഉണ്ടാവും. അതാ ഏലിയാവില്ല. ഞാൻ അങ്ങനെ പറഞ്ഞ് വിഷമൊന്നും വിചാരിക്കരുത്. ഇപ്പോൾ ഹൃദയം കൊണ്ട് ആമേൻ എന്ന്, അത് തന്നെ എനിക്കിനി അതും മതി എന്ന് വിശ്വസിക്കണം. അത് തന്നെ നിലനിൽക്കുകയും വേണം. ഇല്ല എങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല, നാം വിശ്വാസിയാവില്ല. വിശ്വാസി എന്താ? സാധാരണ മനുഷ്യന് കാണാൻ കഴിയാത്ത ഒരു തലം കണ്ടവനാണ് വിശ്വാസി. അവൻ കണ്ട് അവന് വെളിപ്പെട്ടു, അവൻ അതിൽ മുറുകെ പിടിച്ചു. കണ്ടു വിശ്വസിക്കുന്നതിനേക്കാൾ കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ സെഖര്യാ 14:7 എന്ന വചനവും ഈ പ്രവാചകന്റെ കാലത്ത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ അവിടെ നിർത്തുകയാണ്. അരമണിക്കൂറുകൾ നമുക്ക് സാക്ഷ്യം, 1-2 സാക്ഷ്യമുണ്ട്. കർത്താവിനെ സഹായിക്കാൻ എഴുന്നേൽക്കാം. നമുക്ക് ഇത് പ്രാർത്ഥിച്ചിട്ട് തുടർന്നുകൊണ്ട് ഇതിന് ഇതൊക്കെ പടങ്ങളുണ്ട്. ഇത് തലയിൽ ഈ ഇതൊക്കെ ഞാനൊക്കെ ആദ്യം ഇതൊന്നും വിശ്വസിച്ചില്ല എന്താണ് എന്നൊക്കെ. ഇതിലെല്ലാം വചനമുണ്ട്. പ്രവാചകന്റെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ ഒരു അഗ്നിസ്തംഭം വന്നതിന് അതിനെല്ലാം വചനമുണ്ട്. പഴയ നിയമകാലത്ത് എവിടെയാണ് ഇങ്ങനെ അഗ്നിസ്തംഭം വന്നതെന്ന് വചനമുണ്ട്. ഏലിയാവിന്റെ മേലാണ് വന്നത്. ആ വചനം ഞാൻ എടുക്കാം. അങ്ങനെയെങ്കിലും ഇപ്പൊ പറഞ്ഞ പ്രകാരം വില്യം മൈരം ബ്രൻഹാമിലൂടെ ഏലിയാവിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു എന്ന് ദൈവം അറ്റസ്റ്റ് ചെയ്തതാണ് ഈ ബ്ലസ്സിംഗ്. ഒരു കർത്താവിന്റെ കരം, വചനമുണ്ട്. ഞാനത് എടുക്കാം, തുറന്നെടുക്കാം, എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. ജസ്റ്റ് ഒരു സൂചന തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആകാംക്ഷ വർദ്ധിക്കാനാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ വേറെയും പിക്ചറുണ്ട്, അതൊക്കെ പഠിപ്പിക്കാം. പ്രാർത്ഥിക്കാം. രാജൻ പിറ്റു പാസ് മുമ്പോട്ട് വന്നിട്ട് ഇന്നടുത്ത മെസ്സേജിനെ ഉൾക്കൊള്ളിച്ചു പ്രാർത്ഥിക്കണം.
പ്രാർത്ഥിക്കാം എല്ലാവരും. പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഇന്നലെ ഇന്നും എന്നേക്കന്നായ വാഴ്ത്തുന്നു. ഈ അന്ത്യകാലത്തിൽ അതിഭയങ്കരമായിരിക്കുന്ന ഈ കാലത്ത് കർത്താവെ, അവിടുത്തെ മക്കളെ അവിടുത്തെ വചനത്താൽ ശുദ്ധീകരിച്ച് വെളിപ്പാടുകളുടെ ഉള്ളിലാക്കി അവിടുത്തെ വിധികളിലും കൽപ്പനകളിലും നടത്തുന്നവരാണ് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വചനം കേൾക്കുമ്പോൾ വചനത്തിന്റെ ഉള്ളിലെ ആഴങ്ങളെ മനസ്സിലാക്കാനുള്ള വെളിപ്പാടുകൾ അവരുടെ ഹൃദയങ്ങളിൽ പോരുമാറുന്ന അഭിഷേകിക്കുന്നു. ഇത്രയും സമയം കേട്ട വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവെ, അന്ത്യകാല സുവിശേഷത്തിന്റെ ശക്തിയെ മണവാട്ടി സഭയ്ക്ക് എന്ത് വേണോ ആ വചനത്തിലൂടെ അവർക്ക് ലഭിക്കുമാറ് കാരണമായി അവർക്ക് വർഷിക്കുമാറെന്ന് അപേക്ഷിക്കുന്നു. മനുഷ്യൻ ഒപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിന്റെ വായിൽ നിന്ന് സർവ്വവചനം കൊണ്ട് ജീവിക്കുന്ന അവിടെ അരളിച്ചിരിക്കുന്നല്ലോ. കർത്താവെ, ഈ കൂട്ടായ്മയ്ക്കായി പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. ഇത് സത്യസുവിശേഷം അനേക ജാതികളുടെ ഇടയിലും അനേക ഡിനാംസിയുടെ ഇടയിലേക്ക് അയക്കുമ്പോൾ ആ വചനം കേൾക്കുന്നവരുടെ യഥാർത്ഥമായ ദൈവങ്ങളെ കണ്ടെത്തുവാൻ അവരുടെ വചനത്താൽ അവരെ വിളിച്ച് വേർതിരിക്കുമാറ് അപേക്ഷിക്കുന്നു. ഇനിയും കടന്നു വരേണ്ടവരെ എത്രയും വേഗം നിന്റെ വചനത്താൽ ഒതുക്കുമാറ് അപേക്ഷിക്കുന്ന സ്തോത്രം. ബലഹീനതയെ ബലപ്പെടുത്തണമേ. അവിശ്വാസത്തിൽ കടന്നു പോകാതെ വിശ്വാസം കൊണ്ട് വളരുവാനായിട്ട് സഹായിക്കണമേ. വിശ്വാസ ബലം പ്രാപിച്ച് ആത്മാവിന്റെ ഫലങ്ങളും വരങ്ങളിലും നടക്കുവാൻ കർത്താവെ വെളിപ്പാടുകൾ മറ്റുള്ളവരോട് അറിയിപ്പാൻ സഹോദരങ്ങളെ സഹായിക്കുമാറ് അപേക്ഷിക്കുന്നു. ബലഹീനരായാലും ബലപ്പെടുത്തണമേ കർത്താവെ. അവിശ്വാസികളിൽ നിന്നും കടന്നു വരുന്ന കുറെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവരെ പ്രത്യേകമായ രീതിയിൽ ഒരുക്കുവാൻ നീ സഹായിക്കുമാറ് അപേക്ഷിക്കുന്നു. കർത്താവെ, ഈ അന്ത്യകാലത്തിലായിരിക്കുന്ന ഈ ഭയങ്കരമായ സ്ഥിതിയിൽ നമ്മുടെ സഹോദരങ്ങളെ പ്രത്യേകമായി ഇതിന്റെ ഭദ്രതയിൽ കാക്കുമാറ് അപേക്ഷിക്കുന്നു. ഇന്നത്തെ ദിവസം വരാൻ ആശിച്ചിരുന്ന സഹോദരന്മാർ അവർ വരാതെ കാരണമൊന്നും അറിയുന്നില്ല എങ്കിലും അവരെ കൂടെ നിന്റെ സന്നിധി ഓർക്കും കർത്താവെ. അവരിലൂടെ നിന്റെ അഭിഷേകത്താൽ നിറച്ച് വരുംകാലങ്ങളിൽ ഞങ്ങളുടെ ആത്മാവ് ഏകവിശ്വാസത്തിൽ ക്രിസ്തുവിന്റെ ശക്തി പ്രാപിച്ച് വചനത്തിലൂടെ നിനക്ക് ഞങ്ങളെ സഹായിക്കുമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, പ്രത്യേകമായി കർത്താവ് സഹോദരന് പാസമായ സത്യരാജൻ നിന്റെ കരങ്ങളിൽ കേൾപ്പിക്കുന്നു. ഈ സത്യവചനത്തെ അന്ത്യകാല സുവിശേഷത്തെ പ്രവാചകൻ വില്യം ബ്രഹാമിലൂടെ അറിയിച്ച വചനങ്ങളെ ഇനി അനേകർക്ക് അറിയിക്കേണ്ടത് ആവശ്യമുള്ളതിനാൽ ഈ ആ സഹോദരൻ പ്രത്യേകമായി ഉപയോഗിക്കുമെന്ന് അപേക്ഷിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കർത്താവെ സഹോദരി എല്ലാതിന്റെ കരങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഇന്നലെ വചനത്തിൽ ശക്തി പ്രാപിക്കുമാറ് അവരെ കൂടെ സഹായിക്കുമാറെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, ഇന്ന് കടന്നു വന്ന ഓരോ സഹോദരന്മാരെയും പ്രത്യേകമായി അവരുടെ കുടുംബാംഗങ്ങളെ ഇതിന്റെ ശരീരം ഓർക്കണമേ. അവർക്ക് പ്രത്യേകമായ കൃപ കൊടുത്ത് അയക്കുമാറെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ സ്തോത്രം. വചനത്തിന്റെ കൃപയിൽ ശക്തിയിൽ കർത്താവെ ഇനി അരുളപ്പാടുകൾ മനസ്സിലാക്കുവാൻ സഹായിക്കുമാറെന്ന് അപേക്ഷിക്കുന്നു. ഇതുവരെ കേട്ട വചനങ്ങളെ അവരെ ഹൃദയങ്ങൾ സ്ഥിരപ്പെടുത്തി ഭദ്രപ്പെടുത്തി അത് ധ്യാനിപ്പാൻ കൂടി അവർക്ക് സഹായിക്കുമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവ് സ്തോത്രം. ഈ ചെറിയ പ്രാർത്ഥന യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിനായി സമർപ്പിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഇരിക്കാം, എല്ലാവർക്കും ഇരിക്കാം. മുമ്പോട്ടൊന്ന് സാക്ഷ്യം പറയാം. ഡേവിഡ് ബ്രദർ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് ഇന്ന് നിങ്ങളുടെ മറ്റൊരു സാക്ഷി